لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك حجا حقا تعبدا ورقا لبيك مرهوبا ومرغوبا إليك لبيك ذا النعماء والفضل الحسن لبيك وسعديك والخير بيديك والرغباء إليك والعمل لبيك ذا المعارج لبيك ذا الفواضل لبيك إله الحق لبيك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. مذ عرفت الله ربي أشرق النور بقلبي ملأ البشر حياتي مذ أضاء الله دربي يا لسعدي وهنائي يا لفوزي وعنائي لا يطيب العيش إلا في رضا رب السماء. Today upon a bus I saw a girl with golden hair and wished I was as fair when suddenly she rose to leave. I saw her hobble down the aisle. She had one leg and wore a crutch, but as she passed she smiled. Oh God, forgive me when I whine, when I whine. I have two legs, the world is mine. With feet to take me where I go, with eyes to see the sunsets glow, with ears to hear what I know. Oh God, forgive me when I whine. Assalamu alaikum wa rahmatullahi wa barakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu wa ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna muhammadan abduhu wa rasuluhu ya ayyuhalladhina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيلي ذلكم وصاكم به لعلكم تتقون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കാനെത്തിയിട്ടുള്ള നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, മുജാഹിദ് പ്രവർത്തകരെ, പരമകാരുണികനും കരുണാനിധിയുമായ ഈ പ്രപഞ്ചത്തെ ആകമാനം താളക്രമം തെറ്റാതെ
ഏറ്റക്കുറച്ചിൽ കൂടാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സട്ടാബും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ തഖ്വ കൈവിടാതെ ജീവിക്കാൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി അധ്വാനിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന രംഗം വളരെ സജീവമാണ്, അല്ലെങ്കിൽ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ കൊണ്ട് മുഖരിതമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതാണ് യഥാർത്ഥ വഴി എന്ന് തിരിച്ചറിയാൻ അല്പം പ്രയാസമുള്ള തരത്തിൽ ദുർവ്യാഖ്യാനങ്ങളും ദുരാരോപണങ്ങളും അതുപോലെ തന്നെ വ്യാഖ്യാന വക്രീകരണങ്ങളും കോട്ടിമാട്ടലുകളുമൊക്കെ വളരെയേറെ ഇന്ന് മതരംഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ദീനിൽ ഉള്ളതുപോലെ കൂട്ടാതെ കുറക്കാതെ ജനങ്ങളെ പഠിപ്പിക്കുക എന്നതിലുപരി തങ്ങളുടെ പാർട്ടി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാനും എതിരാളികളെ ഉത്തരം മുട്ടിക്കുവാനും എതിരാളികളെ ജനങ്ങൾക്ക് മുമ്പിൽ താറടിച്ച് കാണിക്കുവാനും ഏത് കള്ള ആരോപണങ്ങളും ഉന്നയിക്കാൻ യാതൊരു മടിയുമില്ലാത്ത പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഇന്ന് കേരളത്തിൽ മതരംഗം അടക്കി വാഴുന്നു എന്നതാണ് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജനങ്ങളെ പഠിപ്പിച്ച് ജനങ്ങളെ ദീനുമായി അടുപ്പിക്കുന്ന, അള്ളാഹുമായി അടുപ്പിക്കുന്ന പുണ്യപ്രവർത്തനം ചെയ്യുന്നവരാണ് പ്രബോധകന്മാരും പണ്ഡിതന്മാരും എന്നാണ് വെപ്പ്. പക്ഷേ പ്രബോധനം ഒരു പുണ്യകർമ്മം എന്നതിനപ്പുറം പാർട്ടി വളർത്താനുള്ള ഒരു ഏർപ്പാടായി പല ആളുകളും ഇതിനെ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ എതിരാളികളെ സംബന്ധിച്ച് ഇല്ലാത്ത, നട്ടാൽ മുളക്കാത്ത നുണകൾ പറയണം. എന്നിട്ട് സാധാരണക്കാർ കേട്ടിട്ട് മൂക്കത്ത് വിരൽ വെക്കണോ, ഇങ്ങനെയൊക്കെ ഒരു പറയണ്ടില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കിയില്ല എന്നിട്ടോ, ഇനി ആ ബൈക്ക് പോയിക്കൂടാ എന്ന നിലക്ക് എതിരാളികളിൽ നിന്ന് ആളുകളെ അകറ്റാൻ വേണ്ടി എന്ത് കളവും പറയാം എന്നിടത്താണ് ഇപ്പോൾ പല പ്രബോധന സംഘടനകളും ഉള്ളത്. നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ അറുപിന്തിരിപ്പൻ യാഥാസ്ഥികർ മാത്രമല്ല, വലിയ പുരോഗമനം പ്രസംഗിച്ചു നടക്കുന്ന ആളുകൾ വരെ ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത് ഈ പക്ഷപാതിത്വത്തിൻ്റെ നിലപാടാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ മുമ്പിൽ ഇന്ന് ദീന് മനസ്സിലാക്കുക എന്നത് ഒരു പരീക്ഷണമായി തീർന്നിരിക്കുകയാണ്. ചിലരൊക്കെ പറയാറുണ്ട്, നിങ്ങളെ ആയത്തും ഹദീസും കൊണ്ട് അപ്പം നമ്മൾ കുടുങ്ങിയത്. അതെന്താ? നിങ്ങൾ കുറേ ആയത്തും ഹദീസും ഓതും, നിങ്ങളെ എതിർക്കാൻ വരുന്നവർ അവരും ഓതും കുറേ ആയത്തും ഹദീസും, ഈ രണ്ടു കൂട്ടരെ എതിർക്കാൻ പറ്റുന്ന മൂന്നാം കക്ഷി ഓതും ആയത്തും ഹദീസും, ഞങ്ങളിനി എന്താ കാട്ടുക? എല്ലാവർക്കും ഉണ്ട് ആയത്തും ഹദീസും. വാസ്തവത്തിൽ കുറച്ച് പ്രയാസമുള്ള ഒരു സംഗതി തന്നെയാണിത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആയത്തും അതിൻ്റെ തഫ്സീറും ഒക്കെ നോക്കി ആര് പറയുന്നതാണ് ശരി എന്നൊക്കെ വിലയിരുത്താൻ കഴിവുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദീനിൽ കളവ് പറയുകയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാൾ അവർ പറഞ്ഞതാവും ശരി എന്ന നിലക്ക് ആ പക്ഷത്ത് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് പല ആളുകളുടെയും രീതി. എന്നാൽ എനിക്കെൻ്റെ ശ്രോതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഏതു കക്ഷിയിൽപ്പെട്ട ആളാകട്ടെ, ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം ഇത് നമ്മളെ പരലോകത്തിൻ്റെ കാര്യമാണ്. ഇതിൽ തെറ്റിപ്പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് പരലോകമാണ്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പരലോകത്തെ നമ്മൾ രക്ഷപ്പെടൂല. ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ നിങ്ങളെ കൈപിടിച്ച് സ്വർഗത്ത് കൊണ്ടുപോകില്ല. മറിച്ച് നിങ്ങളെ വിശ്വാസം ശരിയാണോ, നിങ്ങളെ കർമ്മങ്ങൾ ശരിയാണോ, നിങ്ങളെ നിലപാടുകൾ ശരിയാണോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ആരും ആരെയും ചാക്കിടേണ്ട പ്രശ്നപ്പെടല്ല. എല്ലാവരും പരലോകത്തിൻ്റെ കാര്യമാണ്. എന്ത് ത്യാഗം സഹിച്ചാലും വിഷമിച്ചാലും കാര്യങ്ങളെ വകതിരിച്ചു മനസ്സിലാക്കാനുള്ള ബുദ്ധിയും തൻ്റെ ഇടവും നമ്മൾ പ്രയോഗിക്കുകയും കാര്യങ്ങളെ നിഷ്പക്ഷമായി കക്ഷി താല്പര്യങ്ങളില്ലാതെ കേട്ട് മനസ്സിലാക്കി പ്രമാണങ്ങളോട് യോജിച്ചത് സ്വീകരിക്കുകയും അല്ലാത്തത് തള്ളിക്കളയുകയും വേണം.
അതിനുള്ള വേദിയായിട്ട് നിങ്ങൾ ഈ വേദിയെ കാണണം എന്നാണ് എനിക്ക് ശ്രോതാക്കളോട് ആദ്യമായി പറയാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനവും വിമർശകരും എന്ന വിഷയം സംഘാടകർ തെരഞ്ഞെടുത്തിട്ടുള്ളത് സ്വാഗതത്തിൽ കേട്ടതുപോലെ ഒരുപാട് വിമർശനങ്ങൾ പൊടി തട്ടിയെടുത്ത് എല്ലാ അർത്ഥത്തിലുമുള്ള അസൂയയും കുശുമ്പും സമം ചേർത്ത് സാധാരണ ജനങ്ങൾക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുക്കുകയാണ് പല പ്രബോധക സംഘങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് തന്നെ വിമർശനങ്ങളെ നേരിടേണ്ടത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് തന്നെയും ഒരങ്കലാപ്പുണ്ട്. കാരണം എന്താ, എല്ലാ വിമർശകന്മാരും ഒരുപോലെയല്ല. അറിയാതെ തെറ്റിദ്ധരിച്ച് ആരുടെയൊക്കെയോ പ്രസംഗം കേട്ട് കട്ടുമുറിച്ച ക്ലിപ്പ് കേട്ടിട്ട് തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട് എന്താ നിന്ന് ആകാംക്ഷയോടെ നിൽക്കുന്ന സാധാരണക്കാരൊരു ഭാഗത്ത്, എന്നാൽ കട്ടുമുറിച്ചോനും ക്ലിപ്പ് കട്ടുമുറിക്കാൻ സഹായിക്കുന്നവനും അറിയാത്തവരല്ല. അറിഞ്ഞുകൊണ്ട് തന്നെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചാലേ നമ്മളെ പാർട്ടി താല്പര്യം സംരക്ഷിക്കപ്പെടൂ എന്ന് വിചാരിച്ച് കരുതിക്കൂട്ടി ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അവരെല്ലാവരും ഒരേ സദസ്സിലുണ്ടാവുക. അപ്പം എങ്ങനെ അവരോട് പറയേണ്ടത്, എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിൽ നമുക്ക് സ്വാഭാവികമായും ഒരാശയക്കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, എല്ലാവരോടും ഒരേ ശൈലിയിൽ നമ്മൾ സംസാരിക്കുന്നത്. വിമർശനങ്ങളെ ഒരു കാലത്തും പേടിച്ചൊരു പ്രസ്ഥാനമല്ല മുജാഹിദ് പ്രസ്ഥാനം. എല്ലാ വിമർശനങ്ങളെയും സ്വാഗതം ചെയ്യുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഗുണകാംക്ഷയോടുകൂടി ഈ പ്രസ്ഥാനത്തെ വിമർശിച്ച് ഈ പ്രസ്ഥാനത്തെയും അതിൻ്റെ നേതാക്കളെയും നേർവഴിക്ക് നടത്തണം എന്ന് വിചാരിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. അവരോട് ഞങ്ങൾക്ക് ബഹുമാനമാണ്. പക്ഷെ അവരത് നാട്ടിൽ പറഞ്ഞെടുക്കൂല. ഉത്തരവാദപ്പെട്ടവരോട് നേരിൽ കണ്ടു പറയും, അല്ലെങ്കിൽ കത്തെഴുതും, ഇതാ നിങ്ങളെ ഈ പോക്ക് ശരിയല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഇത് മുമ്പുണ്ടായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാരങ്ങൾ, നിങ്ങൾ ഈ പോക്ക് ശരിയല്ല എന്ന് നേരിട്ട് പറഞ്ഞ് ഞങ്ങളെ നേർവഴിക്ക് നടത്താൻ വേണ്ടി ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ താല്പര്യമുള്ള, ഈ പ്രസ്ഥാനത്തോട് ഗുണകാംക്ഷയുള്ള ആളുകളുണ്ട്. അവരോട് ഞങ്ങൾക്ക് ബഹുമാനമാണ്. ആരോഗ്യകരമായ അത്തരം വിമർശനങ്ങളാണ് ഞങ്ങളെ നേർവഴിക്ക് നടത്തുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ അങ്ങനെയല്ല മിക്കവാറും വിമർശകന്മാരുടെ അവസ്ഥ. അവരെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തെ ജനമധ്യത്തിൽ താറടിച്ചു കാണിച്ച് ആ കലക്കവെള്ളത്തിൽ നിന്ന് ഞമ്മക്ക് വല്ലതും കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവരാണ്. അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രമാണങ്ങൾ കൊണ്ട് മാറ്റുരക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിമർശനങ്ങളെ പേടിക്കാത്തത് പ്രമാണങ്ങളുടെ പിൻബലം ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടാണ്. നിരവധി ആരോപണങ്ങൾ സമുദായത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും കേട്ട് ഒറ്റയും തട്ടയുമായി പ്രസ്ഥാനത്തിൽ ആളുകൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് അത്തരം വിമർശനങ്ങളെ പ്രമാണങ്ങളെ പിൻബലത്തോടെ അതിജീവിച്ച ചരിത്രമാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത്. എന്നാൽ അതിനേക്കാളേറെ ആളും അർത്ഥവും സ്ഥാപനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഈ കാലത്തും ഞങ്ങൾ അത്തരം വിമർശനങ്ങളെ ഒരു നിലക്കും പേടിക്കുന്നില്ല എന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, വളരെ മുമ്പ് മുതൽക്കേ ഈ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു വിമർശനമാണ്. എവിടെ മുജാഹിദുകൾ ഒന്നോ രണ്ടോ ആളുകൾ ഈ ആദർശം സ്വീകരിച്ചു വന്നാൽ അവരോട് മറ്റ് ജനങ്ങൾക്കിടയിൽ അവരെ മുസ്ലിയാക്കന്മാർ പരിചയപ്പെടുത്തും, അവർ പുത്തനാശയക്കാരാണ്, പുത്തൻവാദികളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമസ്തക്കാര് റസൂലിൽ നിന്ന് സഹാബികൾക്ക് കിട്ടിയ ദീൻ, സഹാബി എന്ന് താബീങ്ങൾക്ക് കിട്ടിയ ദീൻ, അന്ന് താബികൾ കിട്ടിയ ദീൻ, അങ്ങനെ പോന്ന് പൊന്നാനിയിലെത്തി മഖ്ദൂമിലൂടെ അങ്ങനെ വന്ന്, അല്ലെങ്കിൽ ഹദറമൗത്തുനിന്ന് തങ്ങന്മാർ ഇവിടെ വന്ന്, അല്ലെങ്കിൽ മാലിക് ദീനാർ റസൂൽ എന്ന് കൊണ്ടുവന്ന്, അങ്ങനെ നമ്മൾ തലമുറയായി കൈമാറി വന്നിട്ടുള്ള പരമ്പരാഗതമായ ആദർശത്തിൻ്റെ ആളുകളാണ് നമ്മൾ. ഇവര് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തവരകളാണ്. അതുകൊണ്ട് തന്നെ ഇവരീ പറയുന്ന ആശയം പാരമ്പര്യമുള്ള ആശയമല്ല. ഇസ്ലാമിക്കിൽ പരമ്പരാഗതമായി മുസ്ലിം സമുദായം കയ്യേറ്റി വന്ന ആദർശമല്ല. ഇബ്നു തൈമിയെ പോലുള്ള, മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പോലെയുള്ള ഇടക്കാലത്ത് വന്ന ചില പുത്തൻവാദികൾ ഉണ്ടാക്കിയ ആശയമാണിത്. ഇങ്ങനെ പറഞ്ഞിട്ട് മേമ്പൊടിയായിട്ടൊരു ഹദീസും പറഞ്ഞു കൊടുക്കും. അവസാന കാലത്ത് ചില കള്ളന്മാര്, പെരുങ്കള്ളന്മാര് വരും. അവർ പല ഹദീസുകളും നിങ്ങളോട് പറയും. ബിമാലം തസ്മഊ അന്തും വലാബാഉക്കും, നിങ്ങളോ നിങ്ങളെ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത ഹദീസുകൾ,
അപ്പൊ നിങ്ങളും നിങ്ങളെപ്പാപ്പമാരും കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ ഹദീസ് പറയുന്ന കുറെ കൂട്ടർ വരും. അവരിങ്ങളെ പേപ്പിക്കാതിരിക്കട്ടെ, കുഴപ്പത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ, അവരെ നിങ്ങൾ സൂക്ഷിച്ചോളണമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടരാണിത് എന്ന് പറയും. സ്വാഭാവികമായും അങ്ങനെ തന്നെ കേട്ട് വളരെ ഫിറ്റാണല്ലോ പറഞ്ഞ്. നമ്മൾ കേട്ടിട്ടില്ല, നമ്മളെപ്പാപ്പാര് കേട്ടിട്ടില്ല. അങ്ങനത്തെ കാര്യമല്ല ഇവർ പറയുന്നത്. അതന്നെ അന്ന് റസൂല് പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? നിങ്ങളോടാ പറഞ്ഞ്? അല്ല, സഹാബത്തിനോടാ പറഞ്ഞത്. സഹാബികളെ, നിങ്ങളും നിങ്ങളെ പിതാക്കന്മാരും കേട്ടിട്ടില്ലാത്തത് അവസാന കാലം തന്നെ, ഖിയാമത്തിന്റെ അടുത്ത കാലത്ത് അർത്ഥത്തിലല്ല, സഹാബികളെ നിങ്ങളുടെ അവസാന കാലത്ത്. അങ്ങനെയാണ് ഹദീസിന്റെ അർത്ഥം. ആ ഹദീസ് പുലരും ചെയ്തു. ഖവാരിജികൾ എന്നൊരു വിഭാഗം അവിടെ ഉണ്ടാകുകയും ചെയ്തു. സഹാബികളും സഹാബികളെ പിതാക്കന്മാരും കേട്ടിട്ടില്ലാത്ത പുത്തമ്പാദങ്ങൾ അവർ കൊണ്ടുവരും ചെയ്തു. അപ്പൊ ആ ഹദീസ് പുലർന്നു കഴിഞ്ഞ ഹദീസാണ്. പക്ഷെ അതിപ്പോൾ എടുത്തിട്ട് ഉപയോഗിക്കണത് നിങ്ങളും നിങ്ങളെപ്പാപ്പാരും കേൾക്കാത്തത്. ഇനി കുറെ കാലം കഴിഞ്ഞാലോ അപ്പോഴും പറയും തന്നെ. 5 നൂറ്റാണ്ട് മുമ്പോ അന്നും പറയും തന്നെ നിങ്ങളും നിങ്ങളെപ്പാപ്പാരും കേൾക്കാത്തത്. അപ്പൊ ആരാ ഉപ്പാപ്പാര്? അപ്പൊ സുഹൃത്തുക്കളെ, പുത്തനാശയം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ മനസ്സിലാക്കിയത് നമ്മളെപ്പാപ്പാരോ കേൾക്കാത്തതൊക്കെ പുത്തനാശയാണ്. വാസ്തവത്തിൽ ഇസ്ലാമിൽ പുത്തനാശയം എന്ന് പറഞ്ഞാൽ ഏതാ? മതത്തിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട ആശയം എന്നാണ്. മതം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലത്ത് പൂർത്തീകരിക്കപ്പെട്ട മതമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അവസാനത്തെ ഹജ്ജിൽ അല്ലാഹു ആയത്തിറക്കി, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഹിയാകുന്ന എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു. ഇനി വഹി വരാനില്ല, നബി വരാനില്ല. ഇസ്ലാമിനെ നിങ്ങൾക്ക് ഇതാ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ ആയത്ത് അവതരിച്ചതോടുകൂടി ഇസ്ലാം ദീൻ സമ്പൂർണ്ണമായി. ഇനി ആ ഇസ്ലാമിലൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല, കൂട്ടിച്ചേർക്കേണ്ട ആവശ്യവുമില്ല. ചില സാധാരണക്കാരുടെയൊക്കെ വിചാരം ഉസ്താദുമാരെ പ്രസംഗം കേട്ടാൽ മൊത്തത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ് ബാക്കിയൊക്കെ നിങ്ങൾ ഉസ്താദുമാർ പറഞ്ഞു തരും, ഇമാമിങ്ങൾ പറഞ്ഞു തരും എന്ന് റസൂൽ അങ്ങ് പോയതാണെന്നാണ്. അല്ല, ഉൾപ്പെടുത്തേണ്ടതെല്ലാം ഉൾപ്പെടുത്തി, ഒഴിവാക്കേണ്ടതെല്ലാം ഒഴിവാക്കി. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ ഈ ദീനിനെ അള്ളാഹു പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്ക് എത്തിച്ചു തരണമെന്ന് അള്ളാഹു ഏൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും പുണ്യ റസൂൽ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അലാ ഹൽ ബല്ലഗതു, ഞാൻ എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് അവസാന ഹജ്ജിൽ ചോദിച്ചപ്പോൾ ബലാഖദ് ബല്ലഗത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട്, പൂർണ്ണമായും എത്തിച്ചു തന്നിട്ടുണ്ട്, ഒന്നും മറച്ചു വെക്കാതെ ഞങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അശ്ഹദു, അല്ലാഹുവേ നീയാണ് സാക്ഷി എന്ന് മേലോട്ട് കൈയുയർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ 3 തവണ പറഞ്ഞു. അങ്ങനെ ദീൻ പൂർത്തിയായി. എന്നിട്ട് സമ്പൂർണമായ ദീൻ സ്വഹാബത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട വാങ്ങുമ്പോൾ ഒരു പ്രധാന വസിയത്ത് നൽകി. എന്താണ് ആ വസിയത്ത്? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദു. നമ്മുടെ ഈ കാര്യത്തിൽ, ഈ ദീനിന്റെ കാര്യത്തിൽ ഇതിൽ പെടാത്ത വല്ലതും ആരെങ്കിലും പുതുതായി കൂട്ടിച്ചേർത്തവൻ ആരാകട്ടെ, എത്ര വലിയ പണ്ഡിതനാകട്ടെ, ഇമാമാകട്ടെ, ഹോജയാകട്ടെ, ഫഹുവ റദ്ദുൻ, അത് അള്ളാഹു സ്വീകരിക്കൂല. റദ്ദുൻ എന്ന വാക്കിന് ഗൈറു മഖ്ബൂൽ എന്നാണ് ശാരിഹികൾ അർത്ഥം കൊടുത്തത്. അള്ളാഹുവിൽ സ്വീകാര്യമല്ല. അപ്പൊ ഈ കാര്യം എന്ന് പറഞ്ഞാൽ ദീനിന്റെ കാര്യത്തിൽ ദീനിൽ പെടാത്ത വല്ലതും റസൂലുള്ളാഹിക്ക് ശേഷം, സഹാബത്തിന് ശേഷം ആരെങ്കിലും പുതുതായി കൂട്ടിച്ചേർത്താൽ അത് സ്വീകരിക്കാൻ പാടില്ല. നമ്മൾ സ്വീകരിക്കാൻ പാടില്ല, അല്ലാഹു സ്വീകരിക്കൂല, എത്ര ആത്മാർത്ഥമായി ചെയ്താലും ശരി. അപ്പൊ ഈ മാനദണ്ഡം അനുസരിച്ചാണ് പുത്തനാശയവും പഴയ ആശയവും നമ്മൾ തീരുമാനിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിൽ അവിടുന്ന് വഫാത്താകുമ്പോൾ ഈ ദീനിൽ എന്തൊക്കെയുണ്ടോ അതാണ് പഴയത്. അതിനുശേഷം ഈ ദീനിൽ കൂട്ടിച്ചേർത്തതാണ് പുത്തനാശയം. മനസ്സിലായില്ലേ? അത് മനസ്സിലായിട്ടുള്ള പല ആളുകൾക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ തലമുറ കേൾക്കാത്തത്, ഉസ്താദ് കേൾക്കാത്തത്, ഉസ്താദിന്റെ ഉസ്താദ് കേൾക്കാത്തത് എന്ന് പറഞ്ഞിട്ട് നിലവിലുള്ള പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്ന മലയാള ബുക്കിലൊന്നും ഇല്ലാത്തത്, നമ്മളെ മദ്രസയിൽ പഠിക്കാത്തത്, ഇതൊക്കെയാണ് ആളുകൾ പുത്തനാശയമായി മനസ്സിലാക്കുന്നത്. 5-6 തലമുറ ഇത് ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചില്ലേ? 1000 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട കിതാബിലില്ലേ എന്നൊക്കെ ചോദിക്കും. 1000 അല്ല, 1300 കൊല്ലം മുമ്പും 350 കൊല്ലം മുമ്പും എന്തുണ്ടായിട്ടുണ്ട്? പുത്തനാശയം ഉണ്ടായിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കാലത്തല്ലേ കൂട്ടരെ ഷിയാക്കൾ ഉണ്ടായത്? ഷിയാക്കൾ ആശയം പുത്തനാശയല്ലേ? എന്താ ആശയം? അവർ തുടങ്ങിയത് എന്താ? നബി കുടുംബത്തോടുള്ള സ്നേഹം, അലി ബിൻ അബി താലിബിനോടുള്ള സ്നേഹം, ഫാത്തിമ ബീബിയോടുള്ള സ്നേഹം, ഹസനോടും ഹുസൈനോടുമുള്ള സ്നേഹം. പോയി എവിടേക്കാ എത്തിയത്?
ആദ്യത്തെ 3 ഖലീഫമാരും ഖിലാഫത്ത് തട്ടിയെടുത്ത അക്രമികളും കാഫിറുകളുമാണ്. അലി ബിൻ അബി താലിബായിരുന്നു ഒന്നാമത്തെ ഖലീഫയാകേണ്ടത്. അവിടെ നിന്നില്ല. കുറേ പിന്നെ പറഞ്ഞിട്ട് നുബുവത്ത് കിട്ടേണ്ടത് അലി ബിൻ അബി താലിബിനായിരുന്നു. ജിബ്രീലിന് ആള് മാറിപ്പോയിട്ട് മുഹമ്മദ് നബിക്ക് ആയിപ്പോയതാണ്. അലി റളിയല്ലാഹു അൻഹുവിൽ അള്ളാഹു ഇറങ്ങിയിട്ടുണ്ട് എന്നിടത്തെത്തി. ഇത് പുത്തനാശയല്ലേ? തനിച്ച പുത്തനാശയാ. അപ്പൊ ഷിയായിസം സഹാബത്തിന്റെ കാലത്തിനുണ്ടായി 1350 കൊല്ലം അപ്പുറം. അതിനുശേഷം ഷിയാക്കൾ തന്നെ പല വിഭാഗങ്ങളുണ്ടായി. റാഫിളത്തുണ്ടായി, ഫാത്തിമിയാക്കൾ ഉണ്ടായി, ഉബൈദിയാക്കൾ ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 1300 കൊല്ലം പഴക്കമുള്ള പുത്തനാശയം ഉണ്ടാകും. ഷിയാക്കൾ ഉണ്ടായി, അതിനുശേഷം പിന്നെ ജഹമിയാക്കൾ ഉണ്ടായി, ഖദരിയാക്കൾ ഉണ്ടായി, മുർജിയാക്കൾ ഉണ്ടായി. ഇവരൊക്കെ 1000-ലപ്പുറം കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പുത്തനാശയക്കാരാണ്. അതുകൊണ്ട് പുത്തനാശയം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ തലമുറയിലോ അതിൻ്റെ മുമ്പത്തെ തലമുറയിലോ പരിചയമില്ലാത്തത് എന്നല്ല, പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടത്. അതാണ് പുത്തനാശയം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പുത്തനാശയക്കാരാണെന്ന് ആക്ഷേപിക്കുന്നവർക്ക് എന്ത് പുത്തനാശയമാണ് മുജാഹിദുകൾ പറയുന്നത് എന്ന് നാളിതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. പലതും അവർ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. നിങ്ങൾ മലയാളത്തിൽ ഖുതുബ പറയുന്നില്ലേ, അത് പുത്തനാശയമല്ലേ? പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകുന്നില്ലേ, അത് പുത്തനാശയമല്ലേ? കൂട്ടപ്രാർത്ഥന വേണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പുത്തനാശയമല്ലേ? മുജാഹിദുകൾ പറയുന്നതൊക്കെ പുത്തനാശയ എന്ന് പറയല്ലാതെ പുത്തനും പഴയതും വേർതിരിക്കുന്ന മാനദണ്ഡം പറഞ്ഞിട്ട് അത് പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഒരൊറ്റ ഖുതുബയും മലയാളത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങളെ ഖുതുബ പുത്തനാശയമല്ലേ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ മറുപടി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയായിരുന്നു, ശ്രോതാക്കൾ അറബികളായിരുന്നു. അതുകൊണ്ട് തന്നെ അറബികളായ ജനങ്ങളോട് അറബിയിൽ റസൂൽ ഖുതുബ നടത്തി 10 കൊല്ലവും. നിങ്ങളോ മലയാളികളായ ജനങ്ങളോട് അറബിയിൽ ഏട് വായിക്കുന്നു. എവിടുന്ന് കിട്ടിയതാ ഏട് വായന? അള്ളാന്റെ റസൂൽ പ്രസംഗിച്ച ഏടാണോ സിദ്ദീഖുൽ അക്ബർ വായിച്ചത്? ആ ഏടാണോ ഉമറുൽ ഫാറൂഖ് വായിച്ചത്? എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ ഏട്? നിങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് റസൂൽ കൊടുത്തതല്ലല്ലോ. റസൂൽ കൊടുത്തത് ബാർലയും ഉണക്കമുന്തിരിയും കാരക്കയും അതുപോലെ നെയ്ക്കട്ടിയൊക്കെ ആണല്ലോ. നിങ്ങൾ കൊടുക്കുന്നത് മസൂരി അരിയും പുഴുങ്ങല്ലരിയും മട്ടേരിയും നെയ്ച്ചോരരിയൊക്കെ അല്ലേ? അപ്പോൾ മുസ്ലിയാക്കന്മാർ പറയും അവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യം അവർ കൊടുക്കണം, ഇവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യം നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെയാണ് ഖുതുബയുടെ കാര്യത്തിൽ ഞങ്ങളും തീരുമാനത്തിലെത്തിയത്. അവിടുത്തെ പ്രധാന ഭാഷയിൽ അവർ ഖുതുബ നടത്തണം, ഇവിടുത്തെ പ്രധാന ഭാഷയിൽ ഞങ്ങൾ ഖുതുബ നടത്തുന്നു. നിങ്ങളുടെ ഫിത്ർ സക്കാത്ത് ബിദ്അത്തല്ലെങ്കിൽ ഞങ്ങളുടെ ജുമുഅ ഖുതുബയും ബിദ്അത്തല്ല, പുത്തനാശയമല്ല. ബിദ്അത്ത് എന്നതാണ് യഥാർത്ഥത്തിൽ പുത്തനാശയത്തിന് ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ പറയുന്ന കാര്യം. പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ, മുൻ മാതൃകയില്ലാതെ ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട കാര്യം. അത് വിശ്വാസത്തിലുണ്ടാകും, കർമ്മത്തിലുണ്ടാകും. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നത് റസൂലുള്ളാഹിന്റെ കാലത്ത് സ്വഹാബി വനിതകൾ നബിയുടെ ഭാര്യമാർ പോയത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് 150ഓളം ഹദീസുകളിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പള്ളിയിൽ ഈത്തിക്കാഫിരുന്നില്ലേ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ? ഫറളും സുന്നത്തുമായ നിസ്കാരങ്ങളും ദിക്റും ദുആയും ഖുർആൻ പാരായണവും കിടത്തോ ഉറക്കോ ഒക്കെ അവിടെ തന്നെ 10 ദിവസം 50 വഖത്ത് നിസ്കാരം ഒരു ജുമഅ അതിൽ വന്നില്ലേ? ആ സമയത്തൊക്കെ അവർ പുറത്തേക്ക് ഓടിയിരുന്നോ? ഓടിയ ഈത്തിക്കാഫ് ബാത്തിലായില്ലേ? അത് മാത്രം മതി ഞങ്ങൾക്കുള്ള തെളിവ്. ഹസ്രത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂൽ വഫാത്തായി 12.5 കൊല്ലം കഴിഞ്ഞിട്ട് കുത്തേറ്റ് മരിക്കുമ്പോൾ ഭാര്യ ആത്തിക്ക പള്ളിയിൽ ഉണ്ടായിരുന്നു. നൊലോളി കേട്ടിട്ട് ഓടി വന്നതല്ല, നിസ്കരിക്കാൻ വന്നതാ. അപ്പം അതൊന്നും പുത്തനാശയമല്ല. പുത്തനാശയം തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു വിശ്വാസം, ഒരാദർശം അത് പ്രമാണങ്ങളെ പിൻബലമില്ലാത്തതും പിൽക്കാലത്ത് ആരോ കടത്തിക്കൂട്ടിയതുമാണെന്ന് തെളിയിച്ചാൽ ഞങ്ങളത് തിരുത്താൻ തയ്യാറാണ്. ഞങ്ങൾ മയസൂമ്യങ്ങളൊന്നല്ല, തെറ്റുപറ്റാത്തവരൊന്നല്ല ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത്. ആര് ചൂണ്ടിക്കാണിച്ചാലും ചൂണ്ടിക്കാണിച്ചവൻ്റെ ചെറുപ്പ വലുപ്പങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളത് തിരുത്താൻ തയ്യാറാണ്. പക്ഷെ മാനമര്യാദയ്ക്ക് അങ്ങനെ ചൂണ്ടിക്കാണിച്ച ഒരുത്തനും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഞങ്ങൾ മടിച്ചു നിന്നിട്ടുമില്ല. നിങ്ങൾ നോക്ക്, ഞങ്ങളിൽ പുത്തനാശയം ആരോപിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ പുത്തനാശയക്കാർ എന്ന് ഞങ്ങൾ നിരവധി സ്റ്റേജുകളിൽ തെളിയിച്ചില്ലേ? മന്ത് മറ്റേ കാലിലാണ്, ഞങ്ങളെ മന്ത് കാലം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന നിങ്ങളെ കാലിലാണ് യഥാർത്ഥത്തിൽ മന്തുള്ളത്. വിശ്വാസരംഗത്ത് നിങ്ങൾ നോക്ക്, അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ അള്ളാഹു ഫി കുല്ലി മക്കാൻ, എല്ലായിടത്തുണ്ട്. പാലിലെ വെണ്ണ പോലെ തെരഞ്ഞാൽ കാണൂല, കടഞ്ഞാൽ കിട്ടും അല്ലേ?
അല്ല എല്ലായിടത്തും ഉണ്ടോ? കുളിമുറിയിലുണ്ടോ? കക്കൂസിലുണ്ടോ? കള്ളുഷാപ്പിലുണ്ടോ? നിങ്ങളെ മൂക്കിലുണ്ടോ? ഞങ്ങൾ ചോദിച്ചു. നിങ്ങൾക്ക് മറുപടി അറിയാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഞങ്ങളത് പറഞ്ഞത് അള്ളാഹു എവിടെ എന്ന ചോദ്യം, ആ ചോദ്യം തന്നെ പാടില്ലാത്തതാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറഞ്ഞു. ആ ചോദ്യം ഞങ്ങൾ ചോദിച്ച ചോദ്യമല്ല, അള്ളാഹിന്റെ റസൂൽ ചോദിച്ച ചോദ്യം. ആരോടാ ചോദിച്ചത്? റസൂലുള്ളാഹിന്റെ സഹാബി. ആ സഹാബി തൻ്റെ അടിമ സ്ത്രീയെ അടിച്ചു, പ്രഹരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വിഷമം തോന്നി, പാവം പെണ്ണിനെ ഞാൻ അടിച്ചല്ലോ. റസൂലുള്ളാഹിനോട് പോയിട്ട് പറഞ്ഞു, നബിയെ ഞാനിങ്ങനെ എൻ്റെ അടിമപ്പെണ്ണിനെ അടിച്ചു. അപ്പൊ അള്ളാഹിന്റെ റസൂല് ചോദിച്ചു, നീ അവളെ കൂട്ടിക്കൊണ്ടുവാ. കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ റസൂല് ചോദിച്ചു, അയ്നല്ലാഹ്. രണ്ട് ചോദ്യം ചോദിച്ചു. ഒന്ന്, അള്ളാഹു എവിടെ? അപ്പോൾ ആ പെണ്ണ് മറുപടി പറഞ്ഞു, അല്ലാഹു ഫിസ്സമാ, അല്ലാഹു ഉപരിലോകത്താണ്. രണ്ടാമത്തെ ചോദ്യം, മൻ അന, ഞാൻ ആരാണ്? അന്ത റസൂലുള്ളാഹ്, തങ്ങൾ അള്ളാഹിന്റെ റസൂലാണ്. ഇത് കേട്ടപ്പോൾ സഹാബിയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഈ പെണ്ണ് മുഅ്മിനത്താണ്, നീ അടിച്ചതിന് പ്രായശ്ചിത്തം അവളെ മോചിപ്പിച്ചേക്കണം, സ്വതന്ത്രയാക്കണം. അവളെ മോചിപ്പിച്ചു. അപ്പൊ അങ്ങനെ ചോദിക്കാം. ചോദിച്ചാൽ എങ്ങനെയാ മറുപടി പറയേണ്ടത്? ഒരു ദർസിലും ഓതിക്കിട്ടില്ലാത്ത, ഒരു മുസ്ലിയാരടുത്തും പഠിച്ചിട്ടില്ലാത്ത വെറും ആട്ടിടയത്തി പെണ്ണാ പറയുന്ന അല്ലാഹു ഫിസ്സമാ. ഇവിടുത്തെ റഹീസുൽ മുഹക്കിക്കീനോട് ചോദിച്ചാൽ പറയെന്താ? അല്ലാഹു ഫി കുല്ലി മക്കാൻ, അല്ലാഹ് എല്ലായിടത്തും ഉണ്ട്, പരന്ന് കിടക്കാണ്. കണ്ടോ? അപ്പൊ ഏതാ പുത്തനാശയം? സഹാബത്തിന്റെ വിശ്വാസം ഇല്ലാത്തത് നിങ്ങൾക്കാ. നിങ്ങളാ പുത്തനാശയം പേറി നടക്കുന്നത്. കണ്ണില്ലാതെ കാണുന്ന അല്ലാഹ്, കാതില്ലാതെ കേൾക്കുന്ന അല്ലാഹ്, കൈയില്ലാതെ പിടിക്കണ അല്ലാഹ്, കാലില്ലാതെ നടക്കണ അല്ലാഹ്. അതല്ലേ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്? അനങ്ങാൻ വയ്യാത്ത അല്ലാഹ്, ഇറങ്ങാൻ വയ്യാത്ത അല്ലാഹ്, കയറാൻ വയ്യാത്ത അല്ലാഹ്. അല്ല ഇറങ്ങും കയറും എന്നൊക്കെ പറഞ്ഞാ നമ്മളെ പോലെ കയ്യും കാലും അവയവുണ്ടെന്ന് വരൂലേ? ഇതാണ് ഇവരെ സംശയം. വാസ്തവത്തിൽ അള്ളാഹു ഇറങ്ങുമെന്നത് 26ഓളം സഹാബികൾ ഉദ്ധരിച്ച ഹദീസാ. യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇലാ സമാഇ ദുനിയാ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ. രാത്രിയുടെ അവസാന യാമത്തിലെ 1/3 ബാക്കിയുള്ള സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയും ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങും. ഫയഖൂൽ, എന്നിട്ട് ചോദിക്കും, മൻ യദ്ഉനി, എന്നോട് ദുആ ചെയ്യുന്നവരുണ്ടോ? ഫഅസ്തജീബ ലഹു, അവർക്ക് ഞാൻ ഉത്തരം കൊടുക്കാം. മൻ യസ്അലുനി ഫഉഅതിയഹു, എന്നോട് ചോദിക്കുന്നവരുണ്ടോ അവർക്ക് ഞാൻ നൽകാം. മൻ യസ്തഗ്ഫിറുലി, എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരുണ്ടോ, പൊറുക്കല്ല തേടുന്നവരുണ്ടോ, ഫഅഗ്ഫിർ ലഹു, അവന് ഞാൻ പുറത്തു കൊടുക്കും. ഇതാണ് തഹജ്ജുദിന്റെ സമയം. രാത്രിയെ 1/3 തിരിച്ചിട്ട് അവസാനത്തെ 1/3 ബാക്കിയുള്ള സമയത്ത് സുബഹിന്റെ മുമ്പ്. അപ്പൊ അള്ളാഹു ഇറങ്ങുമെന്ന ഈ ഹദീസ് 26ഓളം സഹാബികൾ ഉദ്ധരിച്ച മുതവാത്തിറായ ഹദീസാണ്. അവിടെ അള്ളാഹ് ഇറങ്ങും എന്ന് പറയാൻ പാടില്ല, അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങും എന്ന് പറയണം. റഹ്മത്തിന് നാവുണ്ടോ വിളിച്ചു പറയാൻ? മൻ യദ്ഉനി, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കുന്നവൻ, അത് റഹ്മത്ത് വിളിച്ചു പറയോ? നിങ്ങളെ കണക്കനുസരിച്ച് റഹ്മത്തിന് നാവ് വേണ്ടേ, ചുണ്ട് വേണ്ടേ, മോണ വേണ്ടേ, പല്ല് വേണ്ടേ? അല്ലാതെ മിണ്ടാൻ പറ്റുമോ? അള്ളാഹു ചോദിക്കുന്നല്ലേ ഇവിടെ പറഞ്ഞത്. അള്ളാഹു ഇറങ്ങി വരുന്നുള്ളതിന് റഹ്മത്ത് ഇറങ്ങും, അള്ളാഹിന്റെ കാരുണ്യം ഇറങ്ങും, അനുഗ്രഹം ഇറങ്ങും എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ചോദിക്കോ? അനുഗ്രഹം ഇസ്തിഗ്ഫാറിന് തേടുന്നവർക്ക് പുറത്തു കൊടുക്കോ? അപ്പൊ സുഹൃത്തുക്കൾ, ഇത് സഹാബത്തിന് പരിചയമില്ലാത്ത പുത്തനാശയമാണ്. എന്നിട്ട് മുസ്ലിയാക്കന്മാർക്കൊരു സംശയം, അല്ല മടവൂരികൾക്കും സംശയം. അള്ളാഹു 7ാം ആകാശത്തിന് മീതെ, അർശിന് മീതെയല്ലേ? ആ അർശിന് മീതെയുള്ള അള്ളാഹു എല്ലാ രാത്രിയിലും നിശ്ചിത സമയത്ത് ഇറങ്ങിയാൽ, ഇവിടുത്തെ ടൈമല്ല ആഫ്രിക്കയില്, അവിടുത്തെ ടൈമല്ല അമേരിക്കയില്, അവിടുത്തെ ടൈമല്ല അന്റാർട്ടിക്കയില്. അപ്പൊ അള്ളാഹ് ഇവിടെ ഇറങ്ങി ഇങ്ങനെ തീരുമ്പോഴത്തിന് പിറ്റേന്ന് 24 മണിക്കൂറും കഴിഞ്ഞ് അടുത്ത ദിവസമായി. പിന്നെ എവിടെ ഇപ്പൊ അള്ളാഹ് അർശിലുണ്ടാവുക? അപ്പൊ അർശിലാണെന്ന് പറഞ്ഞതും എല്ലാ ദിവസവും ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞതും ഖുറാഫിക്ക് ദഹിച്ചില്ല, പേരോടിന് ദഹിച്ചില്ല. പേരോട് പ്രസംഗിക്കാണ്. ഇത് മൗലവി അങ്ങ് പറഞ്ഞപ്പോ ശാസ്ത്രം പഠിച്ചൊരു കുട്ടി ചോദിച്ചു, മൗലവി അത് ഏത് രാത്രിയാണ്? ഇന്ത്യയിലെ രാത്രിയോ, അമേരിക്കയിലെ രാത്രിയോ, ഓസ്ട്രേലിയയിലെ രാത്രിയോ? മൗലവി ഉത്തരം മുട്ടീന. എന്നിട്ടോ അൽമനാറിൽ പറയുന്നു 988 സെപ്റ്റംബറിൽ അള്ളാഹ് എല്ലാ രാത്രിയും 1ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എല്ലാ രാത്രിയും 1ാം ആകാശത്തിൽ ഇറങ്ങി വരും. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ കുട്ടി ചോദിച്ചു, അല്ല മാഷേ, അള്ളാഹ് 1ാം ആകാശത്തിലേക്ക് എല്ലാ രാത്രി ഇറങ്ങി വരികയാണെങ്കിൽ അമേരിക്കയിലെ രാത്രിയാകുമ്പോ അള്ളാഹ് ഇറങ്ങുക, അല്ലെങ്കിൽ ഇന്ത്യയിലെ രാത്രിയാകുമ്പോ? അപ്പോഴായി മാഷ ആലോചിക്കുന്നത്, ഞാൻ മുജാഹിദായി കുടുങ്ങിയല്ലോ. കാരണം ലോകത്തെ എല്ലാ സമയത്തും ഇല്ല സുഹൃത്തെ രാത്രിയും പകലും. ഇവിടെ രാത്രിയും വേറെ സ്ഥലത്ത് പകലി, വേറെ സ്ഥലത്ത് രാത്രി, ഇവിടെ പകലി. അള്ളാഹ് എല്ലാ രാത്രിയും ആകാശത്തുനിന്ന് ഇറങ്ങിയൊരു എന്ന് പറഞ്ഞാലോ
അല്ല എല്ലാ മിനിറ്റിലും ഇറങ്ങണോ? പിന്നെ കയറലുണ്ടാവൂല. അല്ല ഇങ്ങനെ കറങ്ങനെ തൊട്ടിലല്ലേ അല്ല ഇങ്ങനെ ചുറ്റന്നെ അല്ല. ഏയ് അതാരാ ചോദിച്ചത്? ശാസ്ത്രം പഠിച്ച കുട്ടിയല്ല, ശാസ്ത്രം പഠിക്കാത്ത ഈ മൊല്ല ചോദിച്ചതാ. അതിന് ഞങ്ങൾ മറുപടിയും പറഞ്ഞു. ഒരൊറ്റ സഹാബിയും ചോദിക്കാത്ത ചോദ്യാണത്. കുറെ കഴിഞ്ഞപ്പോ മടവൂരികൾക്കും തോന്നിയത് നേരെന്നല്ലേ. അവിടെ ഇവിടെ എങ്ങനെ ഒപ്പുണ്ടാകുക, ഒരേ സമയം ഉണ്ടാകുക? ഞങ്ങൾ ചോദിച്ചു, മടവൂരി മന്ദബുദ്ധികളെ, അള്ളാഹുവിന് സമയമുണ്ടോ? സമയം നിങ്ങൾക്കല്ലേ ഞമ്മക്കല്ലേ? ഈ ഭൂമിയിൽ ഈ രാവ് പകല് അസ്തമയം ഉദയം എന്നൊക്കെ പറയുന്ന ഈ ബന്ധനത്തിൽ കിടക്കുന്ന ഞമ്മക്കല്ലേ സമയം? അള്ളാഹ്ക്ക് സമയമുണ്ടോ? അള്ളാഹു സമയക്കൽ അതീതനല്ലേ? പക്ഷേ മടവൂരികൾ ചിന്തിച്ച അങ്ങനെയാണ്. അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി ഇങ്ങനെ ആകുമ്പോഴത്തിന് പിന്നെ അവിടെ ഇരിക്കാൻ സമയം ഉണ്ടാവില്ല, അപ്പോഴത്തിന് പിറ്റേന്നാവൂലേ. ഇതാണ് മന്ദബുദ്ധി എന്ന് ഞങ്ങൾ പറയാൻ കാരണം. ഒരൊറ്റ സഹാബി ചോദിച്ചിട്ടില്ലല്ലോ. സാധാരണക്കാർക്കറിയാം ഇന്നല്ലാ അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹ്ക്ക് എല്ലാത്തിനും കയ്യോടോ, വേറെ വർത്താനല്ല അവിടെ. അപ്പൊ സുഹൃത്തുക്കളെ, പുത്തനാശയം പേറി നടക്കുന്നത് ആരാ? മുജാഹിദുകളല്ല, ഞങ്ങളെ വിമർശിക്കുന്നവരാ പുത്തനാശയങ്ങൾ പേറി നടക്കുന്നത്. ഇത് വിശ്വാസ കാര്യത്തിൽ ഇത് മാത്രല്ല, ഒരുപാട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചിലത് മാത്രം പറയാണ്. നിങ്ങൾ നോക്ക്, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഖുർആൻ പഠിപ്പിച്ചു. 25 നബിമാരുടെ ചരിത്രം പറഞ്ഞപ്പോൾ ആ നബിമാർ പലരും ദുആ ചെയ്തത് പഠിപ്പിച്ചു. എല്ലാവരും ദുആ ചെയ്ത് അള്ളാഹിനോടാ. പക്ഷെ ഞങ്ങൾ പുത്തനാശയക്കാരെന്ന് ആക്ഷേപിക്കുന്നവരോ, അവർ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. മുത്തുനബിയെ കാക്കണേ, മൊയ്തീൻ ഷെയ്ഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ എനിക്കൊരു കുട്ടിയെ തരണേ, മമ്പർദങ്ങളെ എനിക്ക് വിസ തരണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ, നബിമാരെ, സ്വാലിഹീങ്ങളൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത് പുത്തനോ പഴയതോ? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ റസൂൽ വഫാത്തായിട്ട് ഒരൊറ്റ സന്ദർഭത്തിലെങ്കിലും മുത്തുനബിയെ കാക്കണേ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞത് സ്വഹീഹായ ഒറ്റ ഹദീസ് കൊണ്ട് ആർക്കും ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. മഴ കിട്ടാതെ വിഷമിച്ച സന്ദർഭത്തിൽ സഹാബികൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്നു. മിമ്പറിൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന റസൂലിനോട് പറയാണ് ദുആ ചെയ്യണം. റസൂൽ ദുആ ചെയ്യുന്നു, മഴ കിട്ടുന്നു. പക്ഷേ റസൂലിന്റെ വഫാത്തിന് ശേഷം ഉമറുൽ ഫാറൂഖിന്റെ ഭരണകാലത്ത് കൊടുംവരൾച്ച ഉണ്ടായി. ഒരൊറ്റാളും ആ ഖബറിൽ ചെന്നിട്ട് നബിയെ ദുആ ചെയ്യണം എന്ന് പറഞ്ഞില്ല. കാരണം അവർക്കറിയാം ഇനി നബിനോട് പറയാൻ കഴിയൂല. അവരെന്താ ചെയ്തത്? വെള്ളം തരണം നബിയേ എന്ന് പറഞ്ഞ് ഖബറിൽ പോയി കരഞ്ഞോ? മമ്പറത്തെ കൊടിയെടുത്ത മാതിരി റസൂലുള്ളാഹിന്റെ ഖബറിൽ കൊടി വെച്ചിട്ട് ഇങ്ങനെ വീശി നടന്നോ? നടന്നില്ല. അവർ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന സ്വഹാബിയുടെ നേതൃത്വത്തിൽ, സഹാബികളിൽ പ്രമുഖനും മുതിർന്ന ആളുമായ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്. കാരണം അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ആ മാതൃക ഉമറുൽ ഫാറൂഖ് പറഞ്ഞു കൊടുത്തു. അതാ ചെയ്തത്. നിങ്ങൾ നോക്ക്, ഖലീഫയെ തെരഞ്ഞെടുക്കാനുള്ള യോഗം കൂടി റസൂലുള്ള വഫാത്തായിട്ട് ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിന് മുമ്പാണ്. അല്പസ്വല്പ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. മുഹാജിറുകൾക്ക് വേറെ ഖലീഫ, അൻസാറുകൾക്ക് വേറെ ഖലീഫ. അപ്പോൾ ആരെങ്കിലും ഒന്ന് പോയി ചോദിച്ചോ റസൂലിനോട്, ഇവിടെ ചെറിയ തർക്കം നടക്കുന്നുണ്ട്, ആരാണെന്ന് ഖലീഫ എന്നൊന്ന് പറഞ്ഞു തരണമെന്ന്? റസൂലുള്ളാഹിന്റെ മയ്യത്ത് മറമാടിയിട്ടില്ല, ജനാസ് അവിടെ തന്നെ ഉണ്ട്. ആരും ചോദിച്ചില്ല. കാരണം അവർക്കറിയാം ഇനി റസൂലിനോട് ചോദിക്കാൻ കഴിയില്ല. വിളിച്ച റസൂൽ കേൾക്കൂല, റസൂൽ സംസാരിക്കൂല, മറുപടി പറയില്ല. അല്ലെങ്കിൽ റസൂല് ഇവർ പറയുന്നതനുസരിച്ച് മരിച്ച റസൂല് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാ, ഉമ്മത്തിന്റെ എല്ലാ അവസ്ഥകളും അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എന്നാ റസൂൽ ഒരു ശബ്ദം പുറപ്പെടുവിച്ചോ? ഇല്ല. അബൂബക്കറാകട്ടെ ഖലീഫ എന്നൊരു ഒച്ച ഉണ്ടാക്കിയ പോരെ? ഉണ്ടാക്കിയില്ല. അപ്പൊ സുഹൃത്തുക്കളെ, മുത്തുനബിയെ വിളിച്ചു പ്രാർത്ഥിക്കൽ മൗലൂദ് കിതാബുകളിൽ അതാ എത്രയെത്ര മൗലിദുകളിൽ റസൂലുള്ളാഹിനെ വിളിച്ചു തേടുന്നു. പാപം പൊറുക്കാൻ, കൈപിടിക്കാൻ, രക്ഷിക്കാൻ, അല്ലേ? ഇതൊക്കെ റസൂലിനെ വിളിച്ചു തേടുന്ന വരികൾ. അതാണ് പുത്തനാശയം. അത് സ്വഹാബത്തിന് പരിചയമില്ലാത്തതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ്, പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതാണ്. അതാണ് പുത്തനാശയം. എന്നാൽ മുജാഹിദുകളുടെ ഇടതടവില്ലാത്ത പ്രബോധനം കാരണം നേർക്കുനേരെ അല്ലാത്തവരെ വിളിക്കുന്നത് ഞങ്ങളെ എതിരാളികൾ പോലും നിർത്തിക്കളഞ്ഞു. അവരിപ്പോ പറയണത് ഞങ്ങൾ അങ്ങനെ അല്ലാത്തവരെ നേരിട്ട് വിളിക്കലൊന്നുമില്ല. മഹാന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹിനോട് ചോദിക്കും. അതിലെന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. എന്താ കുഴപ്പമെന്നറിയോ? അത് റസൂല് പഠിപ്പിക്കാത്തതാണ്. ദുആ ഇബാദത്താണ്. ഇബാദത്ത് എങ്ങനെ വേണമെന്ന് റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പഠിപ്പിച്ച ദുആ ദിക്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. രാവിലെ ചൊല്ലേണ്ടത്, സുബൈ നമസ്കരിച്ച് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് ചൊല്ലി തീർക്കേണ്ടത്, അസർ നമസ്കരിച്ച് സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പ് ചൊല്ലി തീർക്കേണ്ടത്, നമസ്കാരത്തിൽ ചൊല്ലേണ്ടത്,
നമസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലേണ്ടത്, എണീക്കുമ്പോൾ ചൊല്ലേണ്ടത്, കിടക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വപ്നം കണ്ട് നെട്ടി ഉണർന്നാൽ പറയേണ്ടത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കയറുമ്പോൾ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, പള്ളിയിൽ കയറുമ്പോൾ, ബാത്റൂമിൽ കയറുമ്പോൾ, ബാത്റൂമിൽ ഇറങ്ങുക. എവിടെയാണ് ദിക്റും ദുആ ഇല്ലാത്തത്? അതിലൊരൊറ്റ ദിക്റും ദുആയും മഹാന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല. അതിനാണ് ബിദ്അത്ത് എന്ന് പറയാ. റസൂല് പഠിപ്പിക്കാത്ത പിൽക്കാലത്തുണ്ടായതാ എന്ന് മാത്രല്ല, പാമരന്മാർക്ക് ഇതിന്റെ ഉദ്ദേശം പോലും അറിഞ്ഞൂടാ. മഹാന്മാരുടെ ഹക്ക് കൊണ്ട്, മൊയ്യദ്ദീൻ ശൈഖിന്റെ ഹക്ക് കൊണ്ട്, ഹക്ക് തന്നെ എന്താ? അവകാശം. അള്ളാന്റെ അടുക്കൽ ആർക്കെങ്കിലും അവകാശം ഉണ്ടോ? ഇല്ല. അള്ളാഹു കൊടുത്ത ഔദാര്യമല്ലാതെ ഏതൊരു പുണ്യവാളനും അള്ളാന്റെ അടുക്കൽ ഒരു ഹക്കുമില്ല. നമ്മൾ സാധാരണ പോലെ അതിന്റെ ഹക്കാണ് ചെയ്യുമ്പോൾ തൊടരുത്, അത് തൊടാൻ എനിക്ക് അവകാശമല്ല, എന്റെ ഹക്കാണത് എന്ന് പറയും. ഇതുപോലെ അള്ളാഹിന്റെ അടുക്കൽ മൊയ്യദ്ദീൻ ശൈഖിന് വല്ല ഹക്കുണ്ടോ? പടച്ചോനെ എന്റെ ഹക്കുകൊണ്ട് ഇവനോട് സഹായിക്കുന്നു പറയാം? ഇല്ല. അപ്പൊ ചോദ്യം തന്നെ തെറ്റാ. എന്നിട്ടും സമസ്തയുടെ മദ്രസ പുസ്തകത്തിൽ അതാ കള്ള ഹദീസ് എടുത്ത് കൊടുത്തിരിക്കുന്നു. 8000-ഓളം വരുന്ന മദ്രസയിൽ പാവപ്പെട്ട കുട്ടികളുടെ മണ്ടയിലേക്ക് അടിച്ചു കയറ്റുന്നു കള്ള ഹദീസ്. ഏതാ കള്ള ഹദീസ്? റസൂലുള്ളാഹിന്റെ പോറ്റുമ്മ ഫാത്തിമ ബിന്ത് അസദ് മരിച്ചപ്പോ കുഴിച്ചു വെച്ച ഖബറിൽ അള്ളാഹിന്റെ റസൂല് ചെരിഞ്ഞ് കടന്നിട്ട് റസൂല് പ്രാർത്ഥിച്ചു അത്രേ, ബിഹഖി നബിയിക വൽ അംബിയാ ഇല്ലദീന മിൻ ഖബ്ലി. നബിയെ, നിങ്ങളുടെ ഹക്ക് കൊണ്ട്, എന്റെ മുമ്പിൽ അമ്പിയാക്കളുടെ ഹക്ക് കൊണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി ഫാത്തിമ, എന്റെ പോറ്റുമ്മയായ ഫാത്തിമ ബിബിക്ക് പുറത്തു കൊടുക്കണേ. കള്ള ഹദീസാണ്. ഒരൊറ്റ വാദപ്രതിവാദത്തിലും സമസ്തക്കാർ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല. കാരണം ഉദ്ധരിച്ചാൽ നമ്മൾ പറയും, മുസ്ലിയാരെ വ്യവസ്ഥ വായിക്കണം. നമ്മളെ വ്യവസ്ഥ എന്താ? പ്രമാണങ്ങൾ എന്താ? ഒന്ന് വിശുദ്ധ ഖുർആൻ, രണ്ടാമത് സഹീഹായ ഹദീസ്. ഇത് ദുർബലമായ, തെളിവിന് കൊള്ളാത്ത ബലഹീനമായ ഹദീസാണ്. നിങ്ങൾ വ്യവസ്ഥക്ക് വിരുദ്ധമായിട്ടാണ് ഈ കള്ള ഹദീസ് ഇവിടെ ഉദ്ധരിച്ചത്, പിൻവലിക്കണം. പിന്നെ മിണ്ടാൻ പറ്റൂല. പക്ഷെ ഇവിടെ ആരും ചോദിക്കാനില്ലല്ലോ. പാവപ്പെട്ട കുട്ടികളുടെ മണ്ടയിലേക്ക് കള്ള ഹദീസ് അടിച്ചു കയറ്റി ഹക്ക് കൊണ്ടുള്ള പ്രാർത്ഥന സ്ഥാപിക്കുകയാണ്. എല്ലാ മൗലിദിന്റെയും മാലന്റെയും ശേഷം ഉണ്ടാവും ഇത് ഇരവാകുന്നു. ഇരവ് എന്ന പ്രാർത്ഥന, ബിജാഹി നബിയിക ബിഹക്കി നബിയിക ബിഹക്കിൽ ഔലിയാഇ വശുഹദാഇ എന്നിങ്ങനെയുള്ള ഈ ബിദ്അത്തായ ഈ പുത്തനാശയം മൗലിദ് കിതാബുകളിലുണ്ട്. അത് സ്ഥാപിക്കാൻ മദ്രസാ പുസ്തകത്തിൽ കള്ള ഹദീസ് കൊടുക്കുകയാണ്. അതുപോലെ ജാഹ്, ജാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊന്നും ഞമ്മക്ക് അറിഞ്ഞൂടാ. ഉസ്താദ് ജാഹ് ജാഹ് നമ്മൾ ജാഹ് എന്ന് പറയും. അങ്ങനെയാണല്ലോ അധിക സംഗതിന്റെ അവസ്ഥ. എന്താ ഈ പറയണെന്ന് അറിയില്ലല്ലോ. മുമ്പലെ മാപ്പിള പറയും പോലെ അറിഞ്ഞ് പിന്നാലെ കൂടുതലാണല്ലോ. ജാഹ് എന്ന് പറഞ്ഞ പ്രശസ്തി, പദവി, സ്ഥാനം, മഹത്വം എന്നൊക്കെയാണ്. മുഹമ്മദ് നബിയുടെ ജാഹ് കൊണ്ട് തന്നെ മുഹമ്മദ് നബിക്ക് അള്ളാന്റെ അടുക്കലുള്ള പദവി, സ്ഥാനം. എന്നാ സുഹൃത്തുക്കളെ, മഹാന്മാർക്ക് അള്ളാന്റെ അടുക്കൽ പദവി ഉണ്ട് എന്നുള്ള കാര്യത്തെ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കേണ്ട കാര്യമല്ല. പക്ഷെ മഹാന്മാർക്ക് പദവി ഉണ്ടെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ദുആയിലെങ്കിലും തൻ്റെ മുമ്പ് മരിച്ചു പോയ ഒരു നബിയുടെ ജാഹ് എടുത്ത് പറഞ്ഞോ? പള്ളി കയറുമ്പോഴുള്ള ദുആ ഇബ്രാഹിം നബിന്റെ ജാഹ് കൊണ്ട്, പള്ളി നിറങ്ങുമ്പോഴുള്ള ദുആ ഇസ്മായിൽ നബിന്റെ ജാഹ് കൊണ്ട്. അങ്ങനെ പഠിപ്പിച്ചോ? പഠിപ്പിച്ചെങ്കിൽ നമുക്കത് സ്വീകരിക്കാം. പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കാത്തത് കൊണ്ടത് ബിദ്അത്താണ്, പുത്തനാചാരമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ജാഹ് കൊണ്ടുള്ള പ്രാർത്ഥന ബിദ്അത്താണ്, ഹറാമാണ്. പിന്നെയോ ബറക്കത്ത് കൊണ്ടുള്ള ദുആ, ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. അല്ലേ? മരിക്കാൻ നേരത്ത് ഇബ്ലീസ് വെള്ളപാത്രം കൊണ്ടുവരും. അപ്പോ ഇബ്ലീസിനാട്ടാൻ ബദരീങ്ങളെ തുണ കൊണ്ടാ. നിങ്ങൾ എന്തിനായി ബദരീങ്ങളെ തുണ ചോദിച്ചത്? അത് ബദരീങ്ങളെ ബർക്കത്തോടെ രക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. മറ്റൊരു സ്ഥലത്ത് അങ്ങനത്തെ ഉണ്ട്, ബദരീങ്ങളെ ബർക്കത്തിനാൽ തുണയേകണം യാ റബ്ബനാ. ഞങ്ങൾ ദ്വാരക്കണത് റബ്ബിനോട് തന്നെയല്ലേ. മഹാന്മാരെ ബർക്കത്തിന്റെ ഇടയിലൊന്നും എടുത്തു പറഞ്ഞ് അത് തവസ്സുലല്ലേ. അങ്ങനത്തെ തവസ്സുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച, പുരോഗതി, അഭിവൃദ്ധി, അനുഗ്രഹം എന്നൊക്കെയാണ്. ബറക്കത്ത് നൽകാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാഹുമ്മ ബാരിക്, നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിക്ക് ബറക്കത്ത് നൽകണേ. ആ ഭൗതികമായ മാർഗത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് ബറക്കത്ത്. അത് അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അള്ളാഹു മുഹിയുദ്ദീൻ ശൈഖിന് ബറക്കത്ത് കൊടുത്തിട്ടില്ലേ? ബദരീങ്ങൾക്ക് ബറക്കത്ത് കൊടുക്കൂലേ? അള്ളാഹിനെ സൂക്ഷിച്ചവർക്കൊക്കെ അള്ളാഹു ബറക്കത്ത് കൊടുത്തേക്കാം. പക്ഷെ അതുകൊണ്ട് മറ്റൊരാൾക്ക് അത് ഉപകാരപ്പെടുത്താൻ കഴിയൂല.
മറ്റൊരാൾക്ക് അതൊന്ന് ചോദിക്കാൻ കഴിയൂല, അതുകൊണ്ട് സഹായിക്കണേ എന്ന് പറയാൻ പറ്റൂല. പറയണമെങ്കിൽ റസൂല് പഠിപ്പിക്കണം. ഞാൻ എന്തിനാ അത് പറഞ്ഞത്? ആരാ അവിടെ പുത്തനാശയക്കാര് എന്ന് ജനങ്ങൾക്ക് ഒരു സൂചന കൊടുത്തതാ. ദുആന്റെ കാര്യത്തിൽ ദുആ ഇബാദത്താണെന്ന് പഠിപ്പിച്ച റസൂലുള്ള, ആ റസൂലുള്ള കാണിച്ചു തരാത്ത മാതൃകയല്ലേ സുഹൃത്തുക്കളെ ഇത്? അപ്പൊ ശരിയായ പുത്തനാശയക്കാർ ഇവരാ. ഹക്കും ജാഗും ബറക്കത്തും വെച്ച് ദ്വാർന്നാല് അള്ളാഹു ഉത്തരം തരാൻ നിർബന്ധിതനാകും. മഹാന്മാരിടയിൽ നിർത്തിയതുകൊണ്ട് തരാതെ കയ്യൂല എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കായി, അല്ലെങ്കിൽ അത് ശിർക്കിലേക്കുള്ള വസീലയാണ്, ശിർക്കായി പോകുന്ന കാര്യത്തിലേക്ക് എത്തിക്കുന്നതാണ്, ഹറാമാണ്. ഇതല്ലേ ഞങ്ങൾ പഠിപ്പിച്ചത്? നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചോ? ഹക്കും ജാഹും ബറക്കത്തും പ്രമാണത്തിലുള്ളതാണ്. സാധിച്ചിട്ടില്ലല്ലോ ഇതുവരെ. അപ്പൊ അതാണ് പുത്തനാശയം. ഇനി നിങ്ങൾ നോക്ക്, ജാറം ഞങ്ങളെ എതിർക്കുന്ന സമസ്തയിലെ APEK സംസ്ഥാന എല്ലാ വിഭാഗം ആളുകളും ഇജ്മാ ആയ കാര്യമാണ്, ജാറം വേണം മഹാന്മാർക്ക്. കാരണം നല്ല വരുമാനമുള്ള സംഗതിയാ, ലക്ഷങ്ങളുടെ കോടികളുടെ വരുമാനം. ബ്ലൂ ഫിലിം ഇറക്കിയാൽ കിട്ടുന്നതിലേറെ പൈസ കിട്ടും ജാറം കിട്ടിയ. നല്ല വേഗം പണക്കാരനാകാൻ പറ്റും. അതുകൊണ്ട് ഓരോ മുസ്ലിയാക്കന്മാരും ചിന്തിക്കുന്നത് ഒരു മൊല്ലാക്കാന്റെ മയ്യത്തെങ്കിലും കിട്ടിയെങ്കിൽ, ഒരു ലോക്കൽ ഔലിയന്റെ മയ്യത്തെങ്കിലും കിട്ടിയെങ്കിൽ ഞമ്മക്കുണ്ടാക്കായിരുന്ന ഒരു ജാറം, എന്നാ ഈ പിരിവൊന്ന് നിർത്തായിരുന്നു എന്നാണ്. എന്നിട്ടിങ്ങനെ ഖബർ കെട്ടിപ്പടുത്ത് കമനീയമാക്കി വെച്ച് കൊമ്പും തുമ്മിക്കൈയുള്ള മീസാങ്കല്ല് വെച്ച് മാർബിൾ കൊണ്ട് അലങ്കരിച്ച് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് പതിച്ച് 250 വോൾട്ടേജ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നോട്ട് അയ്യും കുറ്റിയും വെച്ചിട്ട് നല്ല ലങ്കി വിളങ്ങുന്ന മിനിയുള്ള വിരിപ്പുകൾ തൂക്കിയിട്ട് അല്ലേ, എന്നിട്ടിങ്ങനെ ഉലുവാൻ പുകച്ച് കുന്തിരിക്കം പുകച്ച് ചെന്ന് കണ്ടാൽ തന്നെ ഒരമ്പലത്തിന്റെ പ്രതീതിയാണ്. ഈ രൂപത്തിൽ ഉണ്ടാക്കുന്ന ജാറങ്ങള് എന്തിനാ അവിടെ ആളുകൾ പോണത്? സിയാറത്തിന് അല്ല. സിയാറത്തിന് പോകുകയാണെങ്കിൽ മരിച്ചോൽക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പോണത്, അല്ലെങ്കിൽ പോകുന്നവന് മരണത്തെക്കുറിച്ച് ഓർക്കാനാ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് പൈസയും ചെലവാക്കി അജ്മീറിൽ ചെന്നിട്ട് തിരൂർക്കാരൻ മയമോട്ടി പറയാണ്, അജ്മീർ ഹോജൊക്കെ പുറത്തു കൊടുക്കണേ നാദാ, മൂപ്പരെ കബറകം വിശാലാക്കണേ. അതിനാ പോണത് തന്നെ? അതിനാരെങ്കിലും അജ്മീർ പോവോ അല്ലെങ്കിൽ ഏർവാടി പോകോ? ബാദിഷാ തങ്ങളെ കുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കണമെന്ന് തിരൂർക്കാരൻ അബൂക്കറുദാ ചോദിക്കുന്നു. അതിനാ പോണത് ഏർവാടിക്ക്? അല്ല. പിന്നെയോ മുറാദുകൾ ഹാസിലാകാൻ, പേപ്പട്ടി വിഷ നിവാരണത്തിന്, മാറാരോഗങ്ങൾക്ക് ഫലസിദ്ധി, പോയ ഭർത്താവ് തിരിച്ചു വരാൻ, വിഷ കിട്ടുവാൻ, കല്യാണം കഴിയാത്ത മോൾക്ക് പെട്ടുവരാൻ, ഇങ്ങനെയുള്ള മുറാദുകൾ ഹാസിലാകാനാ പോണത്. അത് റസൂല് പഠിപ്പിച്ച സിയാറത്തല്ല. ഇത് മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി സിയാറത്ത് ചെയ്യണമെന്ന് റസൂല് പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് കാണിച്ചു തന്നിട്ടില്ല. അത് തനിച്ച പുത്തനാശയമാണ്. അത് സിയാറ ശർഇയ്യല്ല, ശർഇൽ അംഗീകരിക്കപ്പെട്ട സിയാറത്തല്ല. അത് ഹറാമായ ശിർക്കാകുന്ന സിയാറത്താണ്. അപ്പൊ നിങ്ങൾ നോക്ക്, ആരാ പുത്തനാശയക്കാര്? ആരാ പുത്തനാശയക്കാര്? നിങ്ങൾ പറയും ജാറം കെട്ടി. അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താ? ഹദീസ് എടുത്തു നോക്ക്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബ്റു വഅൻ യുബ്ന അലൈഹി വഅൻ യുക്തബ അലൈഹി വഅൻ യുഖഅദ അലൈഹി. ഖബർമേൽ തേപ്പ് നടത്തുന്നത്, ഖബർമേൽ ഇരിക്കുന്നത്, ഖബർമേൽ എഴുതി വെക്കുന്നത്, ഖബർമ വല്ല എടുപ്പുമുണ്ടാക്കുന്നത്, നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ചിട്ടുണ്ട്. പിന്നെയോ അവിടുന്ന് പഠിപ്പിച്ചത് എന്താ? ഞങ്ങൾ ശാഫികളാണെന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന ഖബൂരികളെ, നിങ്ങൾ പറ, ഇമാം ഷാഫിയുടെ മദ്ഹബ് എന്താണ്? ഖബർ ഒരിക്കലും ഭൂവിധാനത്തിൽ നിന്ന് വല്ലാതെ ഉയർത്തപ്പെടരുത്, അതിന്റെ മുകൾ ഭാഗം കൂർപ്പിച്ചു വെക്കരുത്. ബൽ യുർഫഉ നഹ്വ ശിബിരിൻ, ഏതാണ്ട് ഒരു ചാൺ ഉയർത്തണം. വഹദാ മദ്ഹബു ശാഫിഈ വമൻ വാഫഖഹു, ഇമാം ഷാഫിയുടെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെയും വീക്ഷണം അതാണ്, മദ്ഹബ് അതാണ്. പക്ഷേ ഷാഫികൾ എന്ന് പറയുന്നവര് അത് ന്യായം പറയണ എന്താണെന്നറിയോ? ഒരു ചാണിലധികം ഉയർത്താൻ പാടില്ല, പൊതുസ്ഥലത്ത് ഖബർ കെട്ടിപ്പടുക്കാൻ പാടില്ല, കെട്ടിപ്പടുത്താൽ പൊളിച്ചു നീക്കണം എന്നൊക്കെ പറഞ്ഞത് സാധാരണക്കാരന്റെ ഖബറുകളെ പറ്റിയാണ്. അംബിയാഇന്റെ ഖബറിനത് ബാധകമല്ല, ഔലിയാഇന്റെ ഖബറിനത് ബാധകമല്ല, ജിന്ന് കൂടിയോന്റെ ബീവിക്ക് ജിന്ന് കൂടിയ ബീവിന്റെ ഖബറിനത് ബാധകമല്ല, അഹ്ലു ബൈത്തിന്റെ കറാമത്തുള്ളോലെ ഖബറിനത് ബാധകമല്ല. ഇതാര് പഠിപ്പിച്ച വിവേചന? അള്ളാന്റെ റസൂല് അവിടെ മക്കയിൽ ഭരണം കിട്ടിയപ്പോൾ അലി ബിൻ അബി താലിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഒരു കാര്യം ഞാൻ ഏൽപ്പിക്കാണ് അലി. എന്താണത്? അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. എല്ലാവരും ഇവിടെ തൗഹീദ് സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നു.
ഇനി ശിർക്കിന്റെ പ്രതീകങ്ങളൊന്നും ഇവിടെ ബാക്കി വെക്കാൻ പാടില്ല. അത് കാണുമ്പോൾ വീണ്ടും ആ ശിർക്കിലേക്കുള്ള പ്രേരണയുണ്ടാകും. അതുകൊണ്ട് ഒരൊറ്റ പ്രതിഷ്ഠയും നീ തകർക്കാതെ വിടരുത്. പൊങ്ങി നിൽക്കുന്ന ഒരൊറ്റ ഖബറും നീ നിരപ്പാക്കാതെ വിടരുത്. അലി ബിൻ അബി താലിബിനെ വിട്ടു. എന്തെങ്കിലും ഒരു നിബന്ധന, ഒരു ഉപാധി പറഞ്ഞു കൊടുത്തോ. സാധാരണക്കാരൻ്റെതൊക്കെ തകർത്താ മതി, അഹ്ലു ബൈത്തിൻ്റെത് തൊടണ്ട, കറാമത്തുള്ളത് വിട്ടേക്ക്, അല്ലെങ്കിൽ മഹാന്മാരുടേത് വിട്ടേക്ക് എന്ന് പറഞ്ഞില്ല. വലാ ഖബറും മുശ്രിഫൻ, ഒരൊറ്റ ഖബറും, ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ ഖബറും, ഒരു ചാണിലേറെ പൊന്തിയ ഒരൊറ്റ ഖബറും നീ നിരപ്പാക്കാതെ വിടരുത്. അലി റളിയല്ലാഹു അൻഹുവിന് 25 കൊല്ലം കഴിഞ്ഞിട്ട് ഖിലാഫത്ത് കിട്ടിയപ്പോ ഇതേ പണി അബുൽ ഹയ്യാജ് എന്ന തന്റെ സർവ്വസൈന്യാധിപനെ വിളിച്ച് ഏൽപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂൽ എന്നെ ഏൽപ്പിച്ച കാര്യത്തിന് അബുൽ ഹയ്യാജെ, നിങ്ങളെ ഞാനിതാ ഏൽപ്പിക്കുന്നു, ഒരൊറ്റ പ്രതിഷ്ഠയും തകർക്കാതെ വിടരുത്, ഒരൊറ്റ ഖബറും നിരപ്പാക്കാതെ വിടരുത്. അപ്പൊ ഖബർ വ്യത്യാസമല്ല, എല്ലാ ഖബറും, ഉയർന്നു നിൽക്കുന്ന ഖബർ മുഴുവനും. പിന്നെ പൊളിച്ചു നീക്കണമെന്ന് പറഞ്ഞത് മുശ്രിക്കിന്റെ ഖബറാണ് മൗലവി. അത് മുഅ്മിനീങ്ങളെ ഖബറല്ല, സാലിഹീങ്ങളെ ഖബറല്ല എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കും. എന്നാ പഠിച്ചു വെച്ചോ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിന് മീതെ ചില രാജാക്കന്മാര് കുബ്ബയുണ്ടാക്കിയില്ലേ? കുബ്ബയുണ്ടാക്കിയപ്പോൾ ആ കുബ്ബ പൊളിച്ചു നീക്കണമെന്ന് ഫത്വ കൊടുത്തത് സലഫികളല്ല, വഹാബികളല്ല, ഷാഫിഈ മദ്ഹബിലെ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഹൈതമിയുടെ ഫതാവൽ കുബ്ര നോക്കിക്കോ, അതിലതാ എഴുതി വച്ചിരിക്കുന്നു, വലഖദ് അഫ്താ ജമാഅത്തുൻ മിൻ ഉലമാഇ ശാഫിഇയ്യതി ബിഹദ്മി ഖുബ്ബത്തി ഇമാമിന ശാഫിഈ റളിയല്ലാഹു അൻഹു വഇൻ സുരിഫ അലൈഹാ ഉലൂഫു മിന ദനാനീർ. ഷാഫി മദ്ഹബിലെ മഹാന്മാരായ ഒരു കൂട്ടം പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു, നമ്മുടെ ഇമാമായ ഷാഫിയുടെ ഖബറിന് മീതെയുള്ള ഖുബ്ബ പൊളിച്ചു നീക്കുവാൻ. കണ്ടോ, ഇമാം ഷാഫി മുശ്രിക്കാ? നിങ്ങൾ പറ, പൊളിക്കാൻ പറഞ്ഞതൊക്കെ മുശ്രിക്കിന്റെ ഖബറാണ്. നിങ്ങളെ കിതാബ് എന്നല്ലേ ഞങ്ങൾ ഈ വായിച്ചത്? കുറെ കാലം നിങ്ങൾ പറഞ്ഞു നടന്നു, മുജാഹിദ് മൗലവിമാര് ബുക്ക് വായിച്ച് പ്രസംഗിക്കാണ്, അൽമനാർ വായിച്ച് പ്രസംഗിക്കാണ്, അവർക്ക് കിതാബ് തിരിയൂല, കിതാബ് ഓതിയിട്ടില്ല. ആയിക്കോട്ടെ, കിതാബ് ഓതിയോലൊന്ന് മറുപടി പറയാ. എത്ര സ്ഥലത്ത് ഞങ്ങൾ ഈ ഉദ്ധരണി വായിച്ചു. തവസ്സുലും ഇസ്തിഗാസക്കും നിങ്ങൾ വല്ലാതെ അവലംബിക്കുന്ന ഇബ്നു ഹജറുൽ മക്കി എന്ന ഹോജ, അദ്ദേഹത്തിന്റെ കിതാബ് എന്നല്ലേ ഞങ്ങൾ വായിച്ചത്. അപ്പൊ സുഹൃത്തുക്കളെ, കെട്ടിപ്പൊക്കുന്നത് പുത്തനാശയമാണ്. കെട്ടിപ്പൊക്കിയിട്ട് പൊളിച്ചു നീക്കാതെ നിർത്തുന്നത് പുത്തനാശയമാണ്. പൊളിച്ചു നീക്കലാണ് റസൂലുള്ള പഠിപ്പിച്ച പഴയ ഇസ്ലാം. അപ്പൊ ആരാ പുത്തനാശയക്കാര്? നിങ്ങൾ പറ. ഇനി നിങ്ങൾ നോക്ക്, ജാറത്ത് ഗലതാ, നേർച്ച, ഉറൂസ് അല്ലെങ്കിൽ ചന്ദനക്കുടം, എന്താ അതിന്റെ പ്രത്യേകത? ജാറത്തിലേക്ക് എല്ലാവരും കൂടി ഒരു ദിവസം സിയാറത്ത് നേർച്ചയാക്കുകയാണത്രേ. എന്നിട്ട് എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ടോ അവിടെ അതാ ജാറത്തിലുള്ളവരോട് പ്രാർത്ഥിക്കല് മാത്രല്ല, അവിടെ ആനയുണ്ട്, അമ്പാരിയുണ്ട്, അല്ലേ, ചാട്ടുകൊട്ടയുണ്ട്, അതുപോലെ പിപ്പിപ്പിയുണ്ട്, ഡുഡുഡുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മഹാന്മാരെ ആദരിക്കുകയാണ്, മഹാന്മാരോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെക്കാൾ വലിയ മഹാന്മാരാണോ ഇവിടെ മറമാടപ്പെട്ട ഈ ശൈഖന്മാരൊക്കെ? ഇമാം ഷാഫി അല്ലേ രേഖപ്പെടുത്തിയത്, വലമ്മറ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാരി മുജസ്സസതൻ, മുഹാജിറുകളും അൻസാറുകളിലും പെട്ട ഒരൊറ്റ സഹാബിയുടെ ഖബറും തേപ്പ് നടത്തിയത് ഞാൻ കണ്ടിട്ടില്ല. എന്നു മാത്രല്ല, ഇമാം അവറുകൾ മക്കയിൽ ജീവിച്ച കാലത്ത് മക്കയിലെ ഖബർസ്ഥാനിൽ വല്ല ഖബറും കെട്ടിപ്പടുക്കപ്പെട്ടാൽ അത് പൊളിച്ചു നീക്കാൻ ഭരണാധികാരികൾ കൽപ്പന കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നത്തെ പണ്ഡിതന്മാർ അതിന്റെ പേരിൽ ഭരണാധികാരികളെ ആക്ഷേപിച്ചിരുന്നില്ല, കുറ്റം പറഞ്ഞിരുന്നില്ല. ഇമാം ഷാഫിയുടെ അല്ലുമിലതാ പറഞ്ഞിരിക്കുന്നു, ഒരൊറ്റ സഹാബിന്റെ ഖബറും കെട്ടിപ്പടുത്തിട്ടില്ല. അങ്ങനെ കെട്ടിപ്പടുത്തതാണ് നേർച്ചയ്ക്ക് നിമിത്തമായത്. കെട്ടിപ്പടുത്ത് ബഹുമാനിച്ചവർ അത് പിൽക്കാലത്ത് ഷിയാക്കൾ കൊണ്ടുവന്നതാ. ഇസ്ലാമിക സമുദായത്തിലേക്ക് അത് കടന്നു വന്നത് സുന്നത്ത് ജമാഅത്തിലൂടെയല്ല, ഷിയാക്കളിലൂടെ വന്നതാണ്. ഷിയാക്കൾക്ക് അത് കെട്ടിയത് ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നുമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ നേർച്ചയും ഉറൂസുമൊന്നും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതോ സഹാബത്ത് കാണിച്ചതോ അല്ല. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇന്നത്തെ സുന്നികൾ എന്ന് അവകാശപ്പെടുന്ന ഇവിടുത്തെ സമസ്തക്കാര് കൊണ്ടു നടക്കുന്ന വിശ്വാസങ്ങൾ, ആചാരങ്ങള് ഒരുപാട് പുത്തനാശയങ്ങൾ അടങ്ങിയതാണ്. എന്നിട്ട് അവരാണ് ഞങ്ങളെക്കുറിച്ച് പുത്തനാശയക്കാരോട് സലാം പറയാൻ പാടില്ല, അവരെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സാധാരണക്കാരെ ഇളക്കി വിടുന്നത്.
അറബിയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, റമത്നി ബിദാഇഹാ വൻസല്ലത്ത്. അവളുടെ രോഗം എനിക്കുണ്ടെന്ന് പറഞ്ഞ് അവൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ രോഗം നിങ്ങൾക്ക് തന്നെയാണുള്ളത്. പുത്തനാശയത്തിന്റെ സോക്കട് നിങ്ങൾക്കാണുള്ളത്. അത് നിങ്ങൾക്ക് രക്ഷപ്പെടാനോ ഊരിക്കളയാനോ സാധ്യമല്ല. ഞങ്ങൾ പ്രമാണങ്ങളെ പിൻബലത്തിൽ അത് തെളിയിച്ചിട്ടുണ്ട്, എത്രയോ കാലമായി തെളിയിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്ക്, റബിയുൽ അവ്വൽ മാസാണല്ലോ. റബിയുൽ അവ്വൽ കൊണ്ടാടാത്തതാണ് പുത്തനാശയം എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ ചോദിച്ചല്ലോ പല സ്റ്റേജുകളിൽ, നിങ്ങൾ തെളിയിക്ക് ഒരു സഹാബിയെങ്കിലും ഇത് കൊണ്ടാടിയത്. ഇന്നത്തെ പോലെ മീലാദ് മീറ്റും മീലാദ് ഫെസ്റ്റും മീലാദ് ക്യാമ്പയിനും മീലാദ് കേക്കും ഒന്നും വേണ്ട. അന്നത്തെ കാലത്ത് കിട്ടാവുന്ന ലളിതമായ രീതിയിൽ 10 കാരക്ക വാങ്ങി 20 കഷ്ണമാക്കി കൊടുത്താൽ, ഉള്ള ദീനാറും ദിർഹമും ധർമ്മം കൊടുത്താൽ, റബിയുൽ അവ്വൽ റസൂലിനെ പ്രത്യേകം പ്രശംസിച്ചൊരു മധു പറച്ചിൽ സംഘടിപ്പിച്ചാൽ അത് മതി തെളിവായിട്ട്. പക്ഷേ സാധ്യമല്ല. സഹാബികളെന്നല്ല, സഹാബികൾ ദീന് പഠിച്ച താബിയുകളോ അവരിന്ന് ദീന് പഠിച്ച താബിയുകളോ ഇത് കണ്ടിട്ടില്ല. ഹിജ്റ 4-ാം നൂറ്റാണ്ട് മുതലാണ് ഈ സമ്പ്രദായം മുസ്ലിം ലോകത്ത് നടപ്പിലായതെന്ന് എഴുതി വെച്ചത് സുന്നി വോയിസ് അല്ലേ, ഞങ്ങളല്ലല്ലോ. ഡിസംബർ 1981 ഡിസംബർ 18 സുന്നി വോയിസിലായി എഴുതിയത്, ഇന്നോ ഇന്നലെ എഴുതിയതല്ല. അതിനുശേഷം എത്ര പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾ എഴുതി. നിങ്ങൾ ബഹുമാനിക്കുന്ന അസ്കലാനി അദ്ദേഹം പറഞ്ഞത് എന്താ? അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്തുൻ. മൗലിദിന്റെ അസ്ല് തന്നെ ബിദ്അത്താണ്, അടിത്തറ തന്നെ പുത്തനാശയമാണ്. അപ്പൊ ആരാ പുത്തനാശയക്കാര്? ലം തുൻകലൻ അഹദും മിനസ് സലഫി സാലിഹി മിനൽ ഖുറൂനി സലാസ. ആദ്യത്തെ 3 തലമുറയിൽപ്പെട്ട ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അപ്പോ പുത്തനാശയക്കാരെന്ന ആക്ഷേപം സുഹൃത്തുക്കളെ ഞങ്ങൾ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. അതൊരിക്കലും ഞങ്ങൾക്കല്ല ചേർന്നത്, നിങ്ങൾക്ക് ചേർന്നതാണ്. ഞങ്ങൾ പുത്തനാശയം പറയുന്നില്ല, പുത്തനാശയത്തിലേക്ക് ക്ഷണിക്കുന്നില്ല, പഴമയിലേക്ക് ക്ഷണിക്കുന്നവരാണ് ഞങ്ങൾ. 1400 കൊല്ലം മുമ്പുള്ള ഇസ്ലാമിലേക്ക് മുസ്ലിമീങ്ങളെ നിങ്ങൾ തിരിഞ്ഞു നടക്കണം. നിലവിലുള്ള മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അന്നത്തെ ഇസ്ലാമിനെ മാനദണ്ഡമാക്കിക്കൊണ്ട് പുനഃപരിശോധിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പഴയതിലേക്ക് മടങ്ങണം, 14 നൂറ്റാണ്ട് മുമ്പുള്ള ഇസ്ലാമിലേക്ക് മടങ്ങണം എന്ന് പറയുന്നവരാ ഞങ്ങൾ ഒരിക്കലും പുതിയത് പറയുന്നില്ല, പുതിയത് പ്രസംഗിക്കുന്നില്ല. മാത്രമല്ല ഞങ്ങൾ പറയാറുണ്ട്, ഒരു മുജാഹിദ് പ്രവർത്തകന്റെ പ്രസംഗവും കേൾക്കാതെ, ഒരു പുസ്തകവും വായിക്കാതെ, ഒരു സീഡിയും കേൾക്കാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്ന് ഖുർആനും സുന്നത്തും നിഷ്പക്ഷമായി പഠിച്ച് ആദിമകാല മുസ്ലിമീങ്ങൾ ആദ്യത്തെ 3 തലമുറയിൽപ്പെട്ട ഈ സമുദായത്തിലെ നേതാക്കന്മാർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി തിരിച്ചു വന്നാൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളൊരു സലഫിയായി. അത്ര ഗ്യാരണ്ടിയുള്ള ആദർശമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളൊരു പുക്കുങ്ങൾ വായിക്കണ്ട, ഞങ്ങളൊരു സീഡിങ്ങൾ കേൾക്കണ്ട. ഖുർആനും സുന്നത്തും നിങ്ങൾ നിഷ്പക്ഷമായി പഠിച്ചാൽ അതിലുള്ളത് എന്തോ അതാണ് ഞങ്ങൾ ആശയം. എഴുതി തയ്യാറാക്കിയ ആദർശ പുസ്തകമൊന്നും ഞങ്ങൾക്കില്ല. ഇന്നീൽ എന്റെ അഭിപ്രായം എന്നിട്ട് മുജാഹിദ് സെന്ററിലെ മീറ്റിംഗ് കൂടിയിട്ട് അതിങ്ങനെ അയച്ചു കൊടുക്കുകയാണെന്നാ മുസ്ലിയാക്കന്മാര് പറയുന്നത്. മൗലവിമാര് മീറ്റിംഗ് കൂടുക, എന്നിട്ടത് ജില്ലാ കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കുക, ജില്ലാ കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി യൂണിറ്റ് കമ്മിറ്റി, എന്നിട്ട് ഇങ്ങനെ തത്തമ്മേ പൂച്ച എന്ന് അവിടുന്ന് പറഞ്ഞു തന്നെ എല്ലാവരും പറയാ. അങ്ങനത്തെ ഒരു ഏർപ്പാട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലില്ല. ഖുർആനും സുന്നത്തും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കലാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം. പുതുതായി കടന്നു വരുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളതാണ്, ഖുർആനും സുന്നത്തനുസരിച്ച് നിങ്ങൾ പഠിച്ച് അതനുസരിച്ച് ജീവിച്ചോളൂ, ഞങ്ങൾക്ക് പുതിയതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല. കണ്ടോ? അപ്പൊ പുത്തനാശയം എന്ന ആക്ഷേപം വാസ്തവത്തിൽ തങ്ങളുടെ പുത്തനാശയം മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മേൽ പുത്തനാശയം ആരോപിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉടുക്കാനും പുതക്കാനും വിരിക്കാനും പുത്തനാശയ സമസ്തക്കാർക്കുള്ളത്, എന്നിട്ട് ഞങ്ങളെ പേരിൽ പുത്തനാശയ ആരോപിക്കാണ്. അതുകൊണ്ട് അത് സാധാരണക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും സമസ്ത പാളയം വിട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുടിന്റെ കച്ചവടം എവിടെ എത്തി? മുടി കൊണ്ടുവന്നവനും അത് പ്രചരിപ്പിച്ചവരും സാധാരണ ജനങ്ങൾ പറയുന്നത് ഞങ്ങളോട് നിങ്ങൾ മാപ്പ് പറയണമെന്നാണ്. കാരണം എന്താ? അത്രമാത്രം വലിയ വഞ്ചനയാണ് നടത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റോട്ടിലിട്ട് അപമാനിക്കുന്ന പണിയാ ചെയ്തത്. ഇപ്പൊ സാധാരണക്കാർക്ക് മനസ്സിലായി, പണ്ഡിതന്മാര് എന്തും വെക്കും. റസൂലുള്ളാഹിന്റെ മുടി മിറ്റിട്ടുള്ളപ്പോ കോടികൾ ഉണ്ടാക്കണത് 40 കോടിയുടെ പള്ളിയും 400 കോടിയുടെ ഖുബൂരി സിറ്റിയും വരാൻ പോവാണത്രേ. നല്ല ഒരു
മാഫിയ അതിൻ്റെ പിന്നിലുണ്ട്. റിയൽ എസ്റ്റേറ്റ് മാഫിയ. അവർക്ക് വേണ്ടി അവരെ ബിസിനസ് കൊഴുപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ മുടിയൊന്നും പറഞ്ഞൊരു പമ്പറന്നോളം മുടി കൊണ്ടുവന്നിട്ട് പാമരന്മാരെ പറ്റിച്ചു. വേണ്ടത്ര പ്രശസ്തി ഖുറാഫി സിറ്റിക്ക് കിട്ടി. അതായിരുന്നു അവരുടെ ഉദ്ദേശം. ഇനി അവിടെ സ്ഥലത്തിന് വില കൂടും. അവിടെ ഏക്കർ കണക്കിന് വാങ്ങിയിട്ടിരിക്കുകയാണ്. ഇനി പോയി വാങ്ങുകയാണെങ്കിൽ ലക്ഷങ്ങൾ മുടക്കണം, കോടികൾ മുടക്കണം. ഈ രീതിയിൽ സുഹൃത്തുക്കളെ, മതത്തെ വിൽപ്പന ചരക്കാക്കുന്ന പൗരോഹിത്യം ഞങ്ങളുടെ മേലത് ആരോപിക്കുന്നത് അവർ ജനങ്ങളെ മുമ്പിൽ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇനി നിങ്ങൾ നോക്ക്, മറ്റൊരാക്ഷേപം എന്താണെന്നറിയോ? നമ്മൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു, കാഫിറാക്കുന്നു. മുസ്ലിമീങ്ങളിൽ ശിർക്കില്ല, കുഫറില്ല, ഇസ്ലാമിന്റെ ശുദ്ധ തൗഹീദ് അവർക്കുള്ളത്. എന്നിട്ട് നമ്മളിങ്ങനെ ഇല്ലാത്ത ശിർക്ക് 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 എന്നിങ്ങനെ ആരോപിച്ചുണ്ടാക്കുക. ഈ ശിർക്ക് ആരോപണം അവസാനിപ്പിക്കുക കേരള സുന്നി ജമാഅത്ത് എഴുതി വെച്ചതാ. അപ്പൊ ശിർക്ക് ആരോപിക്കുകയാണ്, മനസ്സിലായില്ലേ? ശിർക്ക് ആരോപിക്കുകയാണ്, വസ്തുതയല്ല എന്ന് മുസ്ലിം സമുദായത്തിൽ പറഞ്ഞാൽ വിജയിക്കോ? അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ലേ? അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നത് ശിർക്കല്ലേ? നേർച്ച ഇബാദത്തല്ലേ? ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമല്ലേ പാടുള്ളൂ. മന്താലക്ക തമീമത്തൻ ഫഖദ് അശ്റക, ഐക്കല്ല് കെട്ടിയവൻ ശിർക്കിലകപ്പെട്ടു എന്ന് റസൂൽ പറഞ്ഞതല്ലേ? ആരാ ഇതൊക്കെ ചെയ്യുന്നത്? അല്ലേ? സലാത്ത് നഗറിൽ ഒരുമിച്ച് കൂടിയിട്ട് റസൂലുള്ളാഹിനെ വിളിക്കല്ലേ? മദീനത്ത് കിടക്കുന്ന തങ്ങളെ, ഇത്ര നേരമായി വന്ന് കാത്തിരിക്കുകയാണ് തങ്ങളെ, കെട്ടിക്കാത്ത മക്കളുണ്ട് തങ്ങളെ. റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് ശിർക്കല്ല നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? പിന്നെ ഏതാ ശിർക്ക്? എന്തിനാണ് ക്രിസ്ത്യാനികളെ നമ്മൾ എതിർക്കുന്നത്? യേശുവിനോട് അഥവാ ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനി, അപ്പൊ മുസ്ലിയാക്കന്മാർ പറയും അത് ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ്. എന്നാൽ റസൂൽ പറഞ്ഞോ ക്രിസ്ത്യാനികളോട്, നിങ്ങൾ ദൈവപുത്രൻ എന്ന വാദം ഒഴിവാക്കിയിട്ട് ഈസാ നബിനെ വിളിച്ചോളീൻ. ഇബ്രാഹിം നബിനെ വിളിച്ച് പ്രാർത്ഥിച്ച മക്കാരോട് അത് ബിംബുണ്ടായിട്ടാണ്, എന്നാ ബിംബം ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇബ്രാഹിം നബിനെ വിളിച്ചോളീൻ റസൂൽ പറഞ്ഞോ? എവിടുന്ന് കിട്ടി മരിച്ച മഹാന്മാരോടുള്ള പ്രാർത്ഥന? അത് തനിച്ച ശിർക്കാണ്. ഖുല്ലിന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കൂ നബിയെ. വലാ ഉശ്രികു ബിഹി അഹദ, അവനോട് കൂടെ ഞാൻ ആരെയും പങ്കു ചേർക്കുന്നതല്ല. ഈ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന ശിർക്കുപരമായ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടി. എന്താ കാരണം എന്നറിയോ? ശിർക്ക് അത്ര ഗുരുതരമായ കുറ്റാണ്. നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നാൽ നമുക്കൊരിക്കലും തന്നെ രക്ഷയില്ല സുഹൃത്തുക്കളെ. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ളുൽമ് കലർത്താതിരിക്കുകയും ചെയ്തവരാരോ ഉലൈക ലഹുമുൽ അംനു, അവർക്കാകുന്നു നിർഭയത്വം, വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ. അപ്പൊ വിശ്വാസത്തിൽ ളുൽമ് കലരാൻ പാടില്ല. ഈ ആയത്ത് കേട്ടപ്പോൾ സഹാബികൾക്ക് ബേജാറായി. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എന്തെങ്കിലും ഒരു ദുൽമ തന്നെത്താൻ ചെയ്ത് സ്വന്തത്തോട് ചെയ്യാത്ത ആരാണുള്ളത്? അപ്പൊ റസൂൽ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ആ വിചാരിച്ച വ്യാപകമായ അർത്ഥത്തിലുള്ള ദുൽമല്ല. ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിച്ച ദുൽമ നിങ്ങൾക്ക് അറിയില്ലേ? അതേതാ ദുൽമ? ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് അത് വലിയ ദുൽമാണ്, ഗുരുതരമായ അക്രമമാണ്. അപ്പൊ ഈമാനിൽ ശിർക്ക് കലർന്നാൽ അവർ സന്മാർഗം പ്രാപിച്ചവരല്ല, പിഴച്ചു പോയവരാണ്. അതാണ് ശിർക്കിന്റെ ഗൗരവം. അത് ഗുരുതരമായ അക്രമമാണ്. 7 വൻപാപങ്ങളിൽ ഒന്നാമത്തേതാണ്. എന്ന് മാത്രല്ല, ആരെങ്കിലും മുശ്രിക്കായിക്കൊണ്ട് ശിർക്കിലകപ്പെട്ടുകൊണ്ട് ആ വിശ്വാസത്തോടു കൂടി മരിച്ചാൽ അവർക്ക് നരകമാണ്, സ്വർഗം അവർക്ക് നിഷിദ്ധമാണ്. മൻ മാത വഹുവ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൻ നാർ, മൻ മാത വഹുവ ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന. അതുകൊണ്ടാണ് ഞങ്ങൾ മുസ്ലിം ഉമ്മത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ശിർക്കിൽ നിന്ന് തൗബ ചെയ്തോ, ശിർക്കാണെന്ന് മനസ്സിലായാ പിന്നെ അവിടെ കാത്തു നിൽക്കല്ലേ, വേഗം തൗഹീദിലേക്ക് മടങ്ങിക്കോ, അവസാന ശ്വാസം തൗഹീദിലായി മരിച്ചോ. അതുമാത്രല്ല, നമ്മൾ ചെയ്യുന്ന നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, പാവങ്ങളെ സഹായിക്കല്, സത്യം പറയല് എന്ന് തുടങ്ങിയ ഒരുപാട് പുണ്യകർമ്മങ്ങൾ അത് ശിർക്ക് കൊണ്ട് നശിച്ചു പോകും, പൊളിഞ്ഞു പോകും.
വലഖദ് ഉഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക, മുഹമ്മദ് നബിയെ നിനക്കും നിന്റെ മുമ്പുള്ള അമ്പിയാക്കൾക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. ലഇൻ അശ്റക്ത, നിങ്ങൾ ആരെങ്കിലും ശിർക്കിലകപ്പെട്ടാൽ ലയഹബത്തന്ന അമലുക, നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും. ഈ ഒരു ഗൗരവം ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിനോട് ഞങ്ങൾ പറയുന്നത്. ഇത് ശിർക്കാണ്, അത് ചെയ്യല്ല കേട്ടോ. മുസ്ലിയാക്കന്മാര് പറയുന്നു ഞങ്ങൾ മുശ്രിക്കാക്കുകയാണ്. അല്ല, മുശ്രിക്കായി പോകാതിരിക്കാനുള്ള മുൻകരുതൽ പറഞ്ഞു കൊടുക്കുകയാണ്. അത് ശിർക്കാണ് കേട്ടോ, അത് ചെയ്യല്ല കേട്ടോ, ഇതിൽ ശിർക്കുണ്ട് കേട്ടോ, അത് സമീപിക്കല്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശിർക്കിന്റെ ഗൗരവം പറഞ്ഞു പഠിപ്പിച്ച് തൗഹീദിലേക്ക് മുസ്ലിമീങ്ങളെ സ്നേഹബുദ്ധിയാ ക്ഷണിക്കാൻ ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ആരാ മുശ്രിക്കാക്കുന്നത്? ശിർക്കിനെ ന്യായീകരിച്ചു കൊടുക്കുന്നവര്. അത് ശിർക്കല്ല, ഇത് ശിർക്കല്ല. വഹാബികളെ വയല് കേട്ടിട്ട് നീ മമ്പറന്തങ്ങളെ വിടല്ല, നിങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ വിടല്ലേ അന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ശിർക്കിനെ ന്യായീകരിച്ചു കൊടുക്കുന്നവരാരാ? അവരാ മുശ്രിക്കാക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം വന്നപ്പോ യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എന്റെ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ഇലാഹുമില്ലെന്ന് പറഞ്ഞപ്പോ മരിച്ചുപോയ ലാത്തയെയും ഉസ്സയെയും അതുപോലെ തന്നെ മരിച്ചുപോയ വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ പോലെയുള്ള മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ഖൗമ്, ആ ഖൗമിനെ അവിടുത്തെ ആളുകൾ പിടിച്ചു നിർത്തിയത് എങ്ങനെ അറിയോ? വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാ വലാ യഗൂസ വയഊഖ വനസ്റാ. നൂഹ് നബിന്റെ തൗഹീദ് കേട്ടിട്ട് വദ്ദിനെ വിടല്ല കേട്ടോ, സുവായിനെ വിടല്ല കേട്ടോ, യഗൂസിനെയും യഊഖിനെയും നസ്റിനെയും ഒഴിവാക്കല്ല കേട്ടോ. ഇതുപോലെ മുസ്ലിയാക്കന്മാര്. നിങ്ങൾ മുജാഹിദിന്റെ പ്രസംഗം കേട്ടിട്ട് ബദരീങ്ങളെ വിടല്ലേ, മമ്പറന്തങ്ങളെ വിടല്ലേ, നഫീസത്ത് ബീവിയെ വിടല്ലേ. ഇങ്ങനെ മുസ്ലിം സമുദായത്തിലെ ശിർക്കിനെ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി ആയത്തും ഹദീസും പറഞ്ഞ് ജനങ്ങളെ തെറ്റിക്കുന്നവരാരോ അവരാണ് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നത്. ഞങ്ങൾ മുസ്ലിമീങ്ങളെ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഗണഞ്ഞു പരിശ്രമിക്കുന്നവരാണ്. പുസ്തകങ്ങൾ ഇറക്കിയും സീഡികൾ ഇറക്കിയും ഗ്രാമാന്തരങ്ങളിൽ പോയി മൈക്ക് കെട്ടി ഇങ്ങോട്ട് വരാത്തവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് തൗഹീദിന്റെ സന്ദേശം ഈ നാട്ടിലാകെ പരത്താൻ കണഞ്ഞു പരിശ്രമിക്കുന്ന ഞങ്ങളെ പറ്റി പറയാ ഞങ്ങൾ മുശ്രിക്കാക്കുകയാണ്. മുശ്രിക്കാക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ടത് എന്താ? ശിർക്കിനെ ന്യായീകരിച്ച് പറഞ്ഞു കൊടുക്കുക വേണ്ടത്. നിങ്ങൾ അതാ ചെയ്യുന്നത്. മുസ്ലിം സമുദായത്തിൽ ഇന്ന് ശിർക്കേ ഇല്ലാന്ന നിസ്കാരത്തിൽ, നോമ്പില്, സക്കാത്തില്, ഹജ്ജില് ഒക്കെ മുസ്ലിമീങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് മുസ്ലിയാക്കന്മാർ സമ്മതിക്കും. വയല് പറയും മുസ്ലിമീങ്ങളെ നിങ്ങളെ ഒന്നു ശരിയില്ല, കുളി ശരിയില്ല, നിസ്കാരം ശരിയില്ല, സക്കാത്ത് ശരിയില്ല, നോമ്പിൽ പല ഭാഗതയുണ്ട്, ഹജ്ജിൽ പല ഭാഗതയുണ്ട്, ഇസ്ലാം കാര്യത്തിൽ 4നും പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് മുസ്ലിയാക്കന്മാർ സമ്മതിക്കും. അത് നന്നാക്കാൻ വേണ്ടി ഒരു വയല് പറയുന്നുണ്ട്, പുസ്തകം ഇറക്കുന്നുണ്ട്. പക്ഷെ ഒന്നാമത്തെ കാര്യത്തിൽ മാത്രം ഒരു കുഴപ്പമില്ല എന്ന്. ഷഹാദത്ത് കലിമയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അതിലൊരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നു. അതിലും കുഴപ്പം പറ്റിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന തത്വത്തിന് വിരുദ്ധമായ വിശ്വാസങ്ങള്, ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള് മുസ്ലിം ഉമ്മത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് സ്നേഹബുദ്ധിയാ ചൂണ്ടിക്കാണിച്ച് തിരുത്തുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആയത്തും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയുമ്പോൾ അവർക്ക് ശക്തമായ ഭാഷയിൽ ഞങ്ങൾ മറുപടി കൊടുക്കും. അത് സാധാരണക്കാരനെ ഉദ്ദേശിച്ചുള്ള മറുപടിയല്ല, പറയുന്ന മുസ്ലിയാർക്കുള്ള മറുപടിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുജാഹിദുകൾ ഒരിക്കലും തന്നെ ശിർക്കിനെ ന്യായീകരിക്കുകയില്ല. ശിർക്കിൽ നിന്ന് മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് മുജാഹിദുകൾ ചെയ്യുന്നത്. ഇവരോ മുസ്ലിമീങ്ങളിൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ മറ്റേത് തെറ്റിനെ നിങ്ങൾ ഭയപ്പെട്ടാലും ശിർക്കിനെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് ശിർക്കിനെ കുറിച്ചുള്ള ഭയം മുസ്ലിമീങ്ങളിൽ ഇല്ലാതാക്കുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയങ്ങള് വളരെ വ്യക്തമായി പഠിച്ചു വെച്ചോ. വലാ തഖൂമുസ് സാഅ ഹത്താ തൽഅഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീന വഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽ ഔതാൻ. ഇമാം അബൂ ദാവൂദ് തന്റെ സുനനിൽ കിതാബുൽ ഫിതൻ കുഴപ്പങ്ങളുടെ അധ്യായം എന്ന അധ്യായത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂല് പറയാണ്, അന്ത്യസമയം സംഭവിക്കുന്നതിന് മുമ്പായി എന്റെ സമുദായത്തിൽ കുറെ വിഭാഗങ്ങൾ മുശ്രിക്കീങ്ങളോട് ചേരും. വിശ്വാസത്തിലും ആചാരത്തിലൊക്കെ അവരോട് ചേർന്ന് നിൽക്കുന്ന കുറെ ഖൗം എന്റെ സമുദായത്തിൽ ഉണ്ടാകും. മാത്രല്ല ജാഹിലിയ്യ കാലത്ത് ആരാധിക്കപ്പെട്ട ബിംബങ്ങളുണ്ടല്ലോ, അതുപോലുള്ള ബിംബങ്ങളെ എന്റെ സമുദായം ആരാധിക്കുന്ന അവസ്ഥ വരും. റസൂല് പറയാണ്,
മാത്രല്ല മറ്റൊരു ഹദീസിലുണ്ട് വസതഅബ്ദു ഖബായിലും മിൻ ഉമ്മത്തി അൽ-ഔസാൻ, എന്റെ സമുദായത്തിൽ കുറെ വിഭാഗങ്ങൾ ഭാവിയിൽ ബിംബങ്ങൾ ആരാധിക്കും. ഇബ്നു മാജയുടെ റിപ്പോർട്ടാണ്. എന്തിനധികം ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹറ ലുബ്ബിൻ ലതബിഅതുമൂഹു, നിങ്ങളെ മുമ്പുള്ളവരെ ചീത്ത നടപടിക്രമങ്ങളെ ചാണിന്നു ചാണായി മുഴത്തിനു മുഴമായി നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ ഉടുമ്പിൻമാളത്തിൽ കടന്ന നിങ്ങളും കണ്ണും പൂട്ടി അവർ അനുകരിക്കും. അപ്പൊ സഹാബികൾ ചോദിച്ചു, ഞങ്ങളെ മുമ്പുള്ളവരെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂത ക്രിസ്ത്യാനികളെയാണോ? യാ റസൂലല്ലാഹ്, അൽ യഹൂദ വന്നസാറ, ജൂത ക്രിസ്ത്യാനികളെയാണോ നബിയെ നിങ്ങൾ ഉദ്ദേശിച്ചത്? അവരുടെ ചീത്ത നടപടിക്രമങ്ങളെയാണോ ഞങ്ങൾ പിൻപറ്റുമെന്ന് പറഞ്ഞത്? റസൂലുള്ള തിരിച്ചു ചോദിച്ചു, ഫമൻ, അല്ലാതെ മറ്റാരെയാണ്? അപ്പോ ജൂതന്മാർക്കും ക്രിസ്ത്യാനിക്കും സംഭവിച്ച തെറ്റെന്താ? ഈസാ നബിയോടുള്ള സ്നേഹത്തിൽ അതിര് കവിഞ്ഞ് അദ്ദേഹത്തെ ദൈവപുത്രനാക്കി ആരാധിക്കാൻ തുടങ്ങി. ഉസൈർ പ്രവാചകനോടുള്ള സ്നേഹത്തിൽ അതിര് കവിഞ്ഞ് അദ്ദേഹത്തെ ദൈവപുത്രനായി ആരാധിക്കാൻ തുടങ്ങി. ഇതല്ലേ ക്രിസ്ത്യാനികൾക്കും യഹൂദികൾക്കും പറ്റിയ തെറ്റ്? അതുപോലെയുള്ള തെറ്റ് എൻ്റെ ഉമ്മത്തിൽ സംഭവിക്കുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. എന്നിട്ടിപ്പോ ഒരു ഹദീസ് കൊണ്ട് നടക്കുക. ഏതാ ഹദീസ് എന്നറിയോ? അല്ലാഹുവിൻ്റെ റസൂൽ ഒരു ദിവസം ഉഹദിൽ മരിച്ചവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു. ആ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ ശേഷം മിമ്പറിൽ കയറിയിട്ട് നബി പ്രസംഗിക്കുക, ക്ലാസ് എടുക്കുക. ആ കൂട്ടത്തിൽ ഒരു ഹദീസ് പറഞ്ഞു, വഇന്നി വല്ലാഹി മാ അഖാഫു ബഅദി അൻ തുശ്രികൂ, അല്ലാഹുവാണ് സത്യം, നിങ്ങൾ എനിക്കു ശേഷം ശിർക്കിൽ അകപ്പെടുന്നതിനെ അല്ല ഞാൻ ഭയക്കുന്നത്. വലാകിൻ അഖാഫു അൻ തനാഫസു ഫീഹാ, നിങ്ങൾ ഈ ദുനിയാവിൽ കടമത്സരം നടത്തുന്നതിനെയാണ് എനിക്കുള്ള പേടി. ഇത് വെച്ചിട്ട് മുസ്ലിയാക്കന്മാർ പറയാണ്, മുസ്ലിം ഉമ്മത്തിൽ മറ്റെന്ത് ജീർണതകൾ ഉണ്ടായാലും അതിനെപ്പറ്റിയൊക്കെ റസൂലുള്ളാഹിക്ക് പേടിയുണ്ടെങ്കിലും ശിർക്ക് വരുമെന്ന പേടി റസൂലുള്ളാഹിക്കില്ല. എന്നാ സുഹൃത്തുക്കളെ, മുസ്ലിം ഉമ്മത്തിന് ശിർക്ക് വരികയേ ഇല്ല എന്ന അർത്ഥത്തിൽ ഈ ഹദീസിനെ മുൻഗാമികൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിന് അതിന്റെ ശറഹിൽ ഫത്ഹുൽ ബാരി പറയാണ്, ഫീഹി ഇൻദാറു ബിമാ സയഖഉ ഫവഖഅ കമാ ഖാൽ, വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഇതിലുള്ളത്. റസൂൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. വഅന്ന സഹാബഹു ലാ യുശ്രികൂന ബഅദഹു, റസൂലുള്ളാഹിന്റെ അനുയായികൾ സഹാബികൾ അദ്ദേഹത്തിന് ശേഷം ശിർക്കിലേക്ക് പോവുകയില്ല. ഫകാന കദാലിക്, അങ്ങനെ തന്നെ സംഭവിച്ചു. എന്നാൽ ദുന്യവിയായ കാര്യത്തിന് വേണ്ടി, ഭരണത്തിന് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി അവർ കടമത്സരം നടത്തുന്ന റസൂല് പറഞ്ഞു, അത് ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ സഹാബത്തിന് മാത്രം ബാധകമായ ഒരു കാര്യം പറഞ്ഞതാണ്, സഹാബികളെ നിങ്ങൾ എനിക്ക് ശേഷം ശിർക്കിൽ പോകുന്ന ഞാൻ പേടിക്കുന്നില്ല. അതാണ് ആ ഹദീസിന് വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ കൊടുത്ത വ്യാഖ്യാനം. സഹാബികളാരും ശിർക്കിക്ക് പോയിട്ടില്ല, റസൂലിന്റെ പ്രവചനം അതുപോലെ തന്നെ പുലരുകയും ചെയ്തു. എന്നാൽ ഇവിടെ നിങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സഹാബികളെ മാത്രമല്ല മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിലാണ് എന്ന് പറഞ്ഞവരോ? അവര് പറഞ്ഞെന്താ അറിയോ? മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ, നിങ്ങൾ ശിർക്കിലകപ്പെടുമെന്ന് ഞാൻ പേടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഐ അലാ മജ്മൂഇക്കും, നിങ്ങൾ എല്ലാവരും ഒന്നടങ്കം ശിർക്കിലകപ്പെടുമെന്ന് ഞാൻ പേടിക്കുന്നില്ല. ലിഅന്ന ദാലിക ഖദ് വഖഅ മിനൽ ബഅദി അആദന അല്ലാഹു തആല, അതും ഫത്ഹുൽ ബാരി കൊടുത്ത അർത്ഥം തന്നെയാണ്. എന്നാൽ മുസ്ലിം ഉമ്മത്ത് ഒന്നായിട്ട് ശിർക്കിൽ പോവുകയില്ലെങ്കിലും ചില ആളുകളിൽ നിന്നും ശിർക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ നോക്ക് നിങ്ങൾ, അപ്പൊ മുസ്ലിം ഉമ്മത്തിൽ ആർക്കും ശിർക്ക് വരില്ല എന്നല്ല, ഒന്നാകെ ശിർക്കിലേക്ക് പോകൂല, അല്ലെങ്കിൽ സഹാബികൾ ശിർക്കിലേക്ക് പോകൂല എന്ന് വ്യാഖ്യാനിച്ച ഹദീസിനെ ഇപ്പോൾ മുസ്ലിയാക്കന്മാർ തേടിത്തെരഞ്ഞ് കൊണ്ടുവന്നിട്ട് മുസ്ലിം ഉമ്മത്തിന് ശിർക്കേ ഇല്ല, ശിർക്കിനെ പേടിക്കേണ്ടതുമില്ല എന്ന് ന്യായീകരിക്കുന്നു. പക്ഷേ അവർക്ക് നേരെ പല്ലെളിച്ചു നിൽക്കുന്ന ഹദീസുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർ തന്നെ പരിഭാഷപ്പെടുത്തിയിട്ടില്ലേ, കോടമ്പുഴ ബാബ മൗലവിയുടെ പുസ്തകത്തിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങൾ ശിർക്കിലേക്ക് എന്നാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. റഹ്മത്തുള്ളാഹി ഖാസിമി അതാ പ്രസംഗിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുസ്ലിം സമുദായത്തിലെ ശിർക്കിനെ സംബന്ധിച്ചാണ്. മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല, അവർക്ക് അവരെ മതാചാര്യന്മാരും പണ്ഡിതന്മാരുമുണ്ട്, അവരെ കാര്യം അവർ നോക്കിക്കൊള്ളും. മുസ്ലിം ഉമ്മത്തിന് ശിർക്ക് ചെയ്യുന്നവരുണ്ട്. അമ്പലത്തിന് ചുറ്റുമതിൽ കെട്ടിക്കൊടുക്കുന്ന ആജിയാരുണ്ട്. മൂപ്പര് പ്രസംഗിക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് കടകവിരുദ്ധമാണത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കടകവിരുദ്ധമായ അവസ്ഥ മുസ്ലിം ഉമ്മത്തിൽ വരിക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നു. ഞങ്ങൾ പ്രസംഗിച്ചാൽ ശിർക്ക് ആരോപണം, നിങ്ങൾ പ്രസംഗിച്ചാൽ ശിർക്ക് വസ്തുതയും യാഥാർത്ഥ്യവും.
ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയാ. മനസ്സിലായില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഇല്ലാത്ത ശിർക്ക് ആരോപിച്ചുണ്ടാക്കുന്നവരല്ല, ഉള്ള ശിർക്കിനെ ചൂണ്ടിക്കാണിക്കുന്നവരാണ്. ആ ശിർക്കിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി സമുദായത്തോട് സ്നേഹബുദ്ധിയ ഉപദേശം നൽകുന്നവരാണ്. ഞങ്ങൾ കാഫിറാക്കി മുശ്രിക്കാക്കി മാറ്റി നിർത്തല്ല. ഞാൻ ചോദിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഈ പറഞ്ഞ സുന്നി എന്ന് പറയുന്ന കൂട്ടത്തിൽ നിന്ന് വരുമ്പോ പോയി തലമൊട്ടയടിച്ച് കുളിച്ചിട്ട് രണ്ടാമത് ഷഹാദത്തിയല്ലടാന്ന് ഞങ്ങൾ പറയലുണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താ? ഓ മുസ്ലിമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ലേ? സമസ്തക്കാരൻ മുജാഹിദാകുമ്പോ രണ്ടാമത് ഷഹാദത്ത് ചെല്ലിക്കാത്തത് അവരെ മുസ്ലിമായി ഞങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ടാ.